പ്രിയമുള്ളവരെ, ഒരു പ്രഭാഷണത്തിൽ, അതും 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു പ്രഭാഷണത്തിൽ ഒതുക്കാവുന്ന ഒരു വിഷയം അല്ല വൈലോപ്പള്ളിയുടെയും എടശ്ശേരിയുടെയും ബാലാമണിയമ്മയുടെയും കവിതയെ സ്പർശിച്ചുകൊണ്ടുള്ള വിലയിരുത്തലുകൾ. പക്ഷേ ഇവരുടെ കവിതകളെപ്പറ്റി കുറേ വർഷങ്ങളായി മലയാളത്തിൽ ഗൗരവമുള്ള പഠനങ്ങൾ അങ്ങനെ നടക്കാറില്ല എന്നുള്ളതാണ് ദുഃഖകരമായ സത്യം. പുതിയ കവികളെയും പുതിയ എഴുത്തുകാരെയും സസന്തോഷം സാഭിമാനം സ്വീകരിക്കുക എന്നുള്ളതിന് പഴയ എഴുത്തുകാരെ അവഗണിക്കുക എന്നർത്ഥം ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. നിർഭാഗ്യവശാൽ നമ്മുടെ ആസ്വാദക ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ്. മലയാള സാഹിത്യത്തിൽ ഒരു കാലത്ത് നിറഞ്ഞു നിന്നിരുന്ന കവികളാണ് വൈലോപ്പള്ളിയും എടശ്ശേരിയും ബാലാമണിയമ്മയും ശങ്കരക്കുറുപ്പും ഒക്കെ. എത്ര വേഗമാണ് അവർക്ക് വിസ്മൃതിയിലേക്ക് മറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും സംസ്കാരത്തിൻ്റെ എല്ലാ വഴികളിലും ആഴത്തിൽ വേരോട്ടം വേണം എന്ന ഒരു പഴയ വിശ്വാസക്കാരനാണ് ഞാൻ. വേരില്ലാത്ത ഒരു നിലനിൽപ്പ് ക്ഷണികം ആണ്. അപ്പോൾ മലയാളത്തിലെ കാവ്യശാഖയിൽ അതികായന്മാരായ 3 പേര് ജീവിതത്തിൻ്റെ നൈതികമായൊരു പ്രശ്നത്തെ അവരെങ്ങനെ കൈകാര്യം ചെയ്തു എന്നുള്ള കാര്യം, ഇതൊക്കെ 1 മണിക്കൂർ കൊണ്ടല്ല, പല ദിവസങ്ങൾ കൊണ്ട് പല വേദികളിൽ പല ആളുകൾ ചർച്ച ചെയ്യേണ്ടതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല, ഒരു കാവ്യാസ്വാദനം പോലെ അത്ര ലളിതം അല്ല താനും ഇങ്ങനൊരു പ്രമേയത്തിൻ്റെ ചർച്ച. തത്വചിന്തയിൽ നല്ല അവഗാഹവും താർക്കിക പ്രതിഭയും ഉള്ളവർ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് ഹിംസയുടെ എതിർപാഠങ്ങൾ എന്നുള്ളത്. അതിന് കാരണം ഉണ്ട്. ഹിംസ എന്നാൽ എന്ത് എന്ന ചോദ്യമാണ് ആദ്യം വരുന്നത്. സത്യാനന്തര കാലത്ത് ആ പദത്തിന് അർത്ഥവിപര്യം സംഭവിച്ചിട്ടുണ്ടോ എന്ന ചോദ്യം നമുക്ക് ആദ്യം തന്നെ ചോദിക്കാവുന്നതാണ്. ചോദ്യം ചോദിക്കാം എന്നല്ലാതെ കൃത്യമായി അതിന് ഉത്തരം പറയാനുള്ള പ്രാപ്തിയൊന്നും എനിക്കില്ല എന്നുള്ള കാര്യം ആദ്യം തന്നെ പറയട്ടെ. അതിന് പ്രാപ്തിയുള്ളവർ ക്രമേണ ഈ പ്രശ്നം ഏറ്റെടുക്കും എന്ന പ്രതീക്ഷയുള്ളതുകൊണ്ടാണ് ചില കാര്യങ്ങൾ മാത്രം ഇവിടെ സൂചിപ്പിക്കാം എന്ന് വയ്ക്കുന്നത്. ആദ്യത്തെ പ്രശ്നം വളരെ ലളിതമാണ്. ആരാണ് ഹിംസയുടെ ആത്യന്തികമായ സ്വഭാവം വിലയിരുത്താൻ പ്രാപ്തൻ? ഇന്നതാണ് ഹിംസ എന്ന് പറയാൻ, അല്ലെങ്കിൽ ഇന്നത് ഹിംസയല്ല എന്ന് പറയാൻ ആർക്കാണ് അധികാരം? ആർക്കാണ് അത് സാധിക്കുക? മാത്രമല്ല, ഹിംസ എന്ന പദം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് ചെയ്യുന്നവരാണോ അനുഭവിക്കുന്നവരാണോ അതിൽ നേരിട്ട് ഒരു പങ്കും ഇല്ലാത്ത കാഴ്ചക്കാരനാണോ വിധി പറയേണ്ടത്? ഹിംസ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളൊരു പ്രവൃത്തി ചെയ്യുന്നു, അത് ഹിംസയാണ്. എന്നാ ആരാണിത് പറയേണ്ടത്? ആ പ്രവൃത്തി ചെയ്യുന്ന ആളാണോ, അതോ ആ പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കുന്ന ആളാണോ, അതോ ആ പ്രവൃത്തി നോക്കി നിൽക്കുന്ന ഒരാളാണ്? ആത്യന്തികമായി വിധികർത്താവ് ആരാണ് എന്നുള്ളതിന് പോലും നമുക്ക് മറുപടി ഇല്ല എന്നുള്ളതാണ് വാസ്തവം. മാത്രമല്ല, കാഴ്ചക്കാരൻ തന്നെ, ഉദാഹരണമായിട്ട് ഒരാളൊരു പ്രവൃത്തി ചെയ്യുന്നു, ഒരാൾ അതിൻ്റെ ഫലം അനുഭവിക്കുന്നു. ഇതിനെപ്പറ്റി വിലയിരുത്താൻ
അതിൽ ഉൾപ്പെടാത്ത ഒരാൾ മാറി നിൽക്കാം. അയാൾക്കാണ് വളരെ ഡിറ്റാച്ച്ഡ് ആയിട്ട് തൻ്റെ മുമ്പിൽ നടക്കുന്ന ഈ പ്രവർത്തനത്തെ പറ്റി അഭിപ്രായം പറയാൻ പറ്റുക എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ മാറി നിൽക്കുന്നവൻ മൗനം കൊണ്ട് അല്ലെങ്കിൽ നിഷ്ക്രിയത്വം കൊണ്ട് ഈ കർമ്മത്തെ അനുകൂലിക്കുകയാണോ പ്രതികൂലിക്കുകയാണോ എന്ന് വന്നാലോ? എൻ്റെ മുന്നിലൊരു ഹിംസ നടക്കുന്നു, മറ്റൊരാൾ ആ ഹിംസയ്ക്ക് വിധേയനാകുന്നു, ഞാൻ കാഴ്ചക്കാരനായി മാറി നിൽക്കുന്നു. ഞാൻ എങ്ങനെയാണ് ഇത് ഹിംസയാണെന്ന് വിധിക്കുക? എനിക്ക് വേണമെങ്കിൽ ഹിംസിക്കുന്നവൻ്റെ കൂട്ടുചേരാം, അല്ലെങ്കിൽ ഹിംസിക്കപ്പെടുന്നവൻ്റെ കൂട്ടുചേരാം. അപ്പം കാഴ്ചക്കാരൻ പോലും പക്ഷപാതങ്ങളാൽ നിയന്ത്രിതനാണ് എന്ന് വരുമ്പോൾ ആത്യന്തികമായി എന്താണ് ഹിംസ എന്ന താത്വിക പ്രശ്നത്തിന് കൃത്യമായൊരു മറുപടി നമുക്ക് പറയാനില്ല എന്നുള്ളതാണ് വാസ്തവം. കാഴ്ചക്കാരൻ തന്നെ ക്രിയയെ പ്രോത്സാഹിപ്പിക്കുന്നവനാവാം, തടയുന്നവനുമാവാം. പ്രശ്നത്തിൻ്റെ അതിർത്തികൾ വിപുലമാക്കി അത് സങ്കീർണമാക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. ഹിംസ എന്ന പദത്തിന് ബലാത്കാരം, പീഡനം, വധം എന്നൊക്കെ നിഘണ്ടുക്കൾ അർത്ഥം പറയുന്നുണ്ട്. ആ ക്രിയ കർമ്മം കൊണ്ടാവാം, വാക്കുകൊണ്ടാവാം, മനസ്സുകൊണ്ടും ആവാം. ആയുധം കൊണ്ടുള്ള മുറിവ് കാലക്രമേണ ഉണങ്ങും, വാക്കുകൾ കൊണ്ടുള്ള മുറിവ് ഉണങ്ങില്ല എന്ന് പറഞ്ഞത് വേദവ്യാസനാണ്. അത്രയും പഴക്കമുണ്ട് എന്നതിനർത്ഥം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു പഴയ പ്രാർത്ഥനയാണ്, കരചലനകൃതം വാ കർമ്മവാ കായജം വാ ശ്രവണ നൈനജം വാ മാനസം വാവരാധം വിവിധമവിധം വാ സർവമേതക്ഷമസ്വ ശിവശിവ കരുണാബ്ധേ ശ്രീ മഹാദേവശംഭു എന്ന് കുട്ടിക്കാലത്ത് ചൊല്ലി പഠിച്ചൊരു പ്രാർത്ഥനയുണ്ട്. അർത്ഥം വളരെ ഇതാണ്. ഞാൻ പ്രവൃത്തി കൊണ്ട് ഹിംസ ചെയ്തിട്ടുണ്ടാവാം, വാക്കുകൊണ്ട് ഹിംസ ചെയ്തിട്ടുണ്ടാവാം, ചിന്ത കൊണ്ട് മനസ്സുകൊണ്ട് ഹിംസ ചെയ്തിട്ടുണ്ടാവാം. ഈ ഹിംസകളിൽ നിന്നൊക്കെ എനിക്ക് മാപ്പ് തന്ന് എന്നെ അനുഗ്രഹിക്കണമേ എന്നാണ് പ്രാർത്ഥന. ഹിംസിക്കുന്നവനോട് വെറുപ്പും ഹിംസ ഏൽക്കുന്നവനോട് സഹതാപവും ആണോ എപ്പോഴും ഉണ്ടാവുക? അല്ല എന്നുള്ളത് നമുക്കറിയാം. ഹിംസിക്കുന്നവനോട് വെറുപ്പും ഹിംസ ഏൽക്കുന്നവനോട് സഹതാപവുമാണോ ജീവിതത്തിൽ എല്ലായ്പ്പോഴും ഉണ്ടാവുക? അർജുനൻ വ്യാജയുദ്ധത്തിൽ കർണനെ ഹിംസിച്ചപ്പോൾ ആസ്വാദകൻ ആരുടെ ഭാഗത്തായിരുന്നു? ഹിംസ ഏറ്റവൻ്റെ ഭാഗത്താണോ ഹിംസിച്ചവൻ്റെ ഭാഗത്താണോ? തലനാരിഴകീറി ചോദ്യങ്ങൾ ആവർത്തിക്കാവുന്നതേ ഉള്ളൂ. നിഷ്കാമകർമ്മം എന്നൊരു പദം ധന്യജീവിതത്തിന് താങ്ങായി നമ്മൾ ഏറെക്കാലമായി കയറ്റി എഴുന്നള്ളിക്കുന്നുണ്ട്. ആ സങ്കല്പത്തിൻ്റെ കീഴിൽ വരുമോ ഹിംസ? കശാപ്പ് ഹിംസയാണ്. യാഗത്തിൽ മൃഗത്തെ ബലി കൊടുക്കുന്നതോ അത് ഹിംസയാണോ? നമ്മളുടെ പഴയ ഒരു ആചാര്യൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. മൃഗബലിയുടെ കാലത്ത് ആട്ടിൻകുട്ടിയെ ഏറ്റ രൂപത്തിൽ കെട്ടി അതിൻ്റെ കഴുത്ത് വെട്ടുകയാണ് ദേവനെ പ്രീതിപ്പിക്കാൻ വേണ്ടി. നമ്മളുടെ ഭദ്രകാളി ക്ഷേത്രങ്ങളിലൊക്കെ ആടിനെ കുരുതി കൊടുത്തിരുന്നു, കോഴിയെ കുരുതി കൊടുത്തിരുന്നു. അതിന് കുറച്ചു കാലം മുൻപ് നരബലിയും നടന്നിരുന്നു എന്ന് നമുക്കറിയാം. ഒരു യാഗത്തിൽ യജ്ഞത്തിൽ ബലിയർപ്പിക്കപ്പെടുന്ന മൃഗത്തിന് സ്വർഗം കിട്ടുമത്രേ. അതാണ് അതിനെപ്പറ്റിയുള്ള വ്യാഖ്യാനം. യാഗം ചെയ്യുമ്പോൾ ബലിയർപ്പിക്കുന്ന മൃഗത്തിന് മോക്ഷം കിട്ടും. വിശേഷബുദ്ധിയില്ലാത്ത ആ മൃഗത്തിന് മോക്ഷം നേടിക്കൊടുക്കുന്ന പുണ്യകർമ്മം അനുവർത്തിക്കുന്നതുകൊണ്ട് യാഗം ചെയ്യുന്ന യജമാനൻ്റെ അച്ഛനും അമ്മയ്ക്കും മോക്ഷം കിട്ടും എന്നാണ് വ്യാഖ്യാനം. അപ്പോൾ ചാർവാകൻ എന്ന നമ്മളുടെ പഴയ ഋഷി, നിരീശ്വരനായ ഋഷി ചോദിച്ച ചോദ്യമുണ്ട്, എന്തിനാണ് ഈ ശിരോവേഷ്ട പ്രാണായാമം? നമുക്കറിയാം, വിരലുകൊണ്ട് മൂക്ക് പിടിച്ച് ശ്വാസം നിയന്ത്രിക്കുന്നതാണ് പ്രാണായാമം. നേരെ ചൊവ്വേ ഇങ്ങനെ മൂക്ക് പിടിക്കാവുമ്പോൾ എന്തിനാണ് ഇങ്ങനെ തല ചുറ്റിപ്പിടിച്ച് മൂക്ക് പിടിക്കുന്നത്? ശിരോവേഷ്ട പ്രാണായാമം എന്തിനാണ്? യാഗത്തിൽ ബലിയർപ്പിക്കപ്പെടുന്ന മൃഗത്തിന് മോക്ഷം കിട്ടുമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അച്ഛനെയും അമ്മയും ബലി കൊടുക്കുക അല്ലേ നല്ലത്? ഇടയ്ക്ക് ഈ ഒരു മൃഗത്തിനെ കൊണ്ടുവന്ന് വയ്ക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ച് നമ്മുടെ ഋഷിയാണ്, ചാർവാകനാണ്. അപ്പം എവിടെ എത്തുന്നു ഹിംസയെ പറ്റിയുള്ള നമ്മളുടെ സങ്കല്പം?
ചരിത്രത്തിന് പറയാനുള്ളത് മറ്റൊരു കഥയാണ്. ഹിംസ മനുഷ്യ പുരോഗതിയുടെ ഒപ്പം വസ്തുവിനൊപ്പം നിഴൽ പോലെ ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം. ചിലപ്പോൾ മുമ്പിൽ, ചിലപ്പോൾ പിന്നിൽ, പക്ഷെ എപ്പോഴും നിങ്ങളുടെ കാലുകളോട് തൊട്ടുരുമി. ചരിത്രമാവട്ടെ ഭാഗിക സത്യങ്ങളുടെ കാലാനുസാരിയായ വ്യാഖ്യാനമാകുമ്പോൾ ചില ഹിംസകൾ പിൽക്കാലത്ത് അഹിംസകളാവാം, അഹിംസ നിഷ്ക്രിയത്വവും ആവാം. ആമുഖം വലിച്ചു നീട്ടുന്നില്ല. കൃത്യമായ ഒരു നിർവചനം ഹിംസയ്ക്കോ അഹിംസയ്ക്കോ ഇല്ല എന്നുള്ളതാണ് സത്യം. നേരത്തെ സൂചിപ്പിച്ച പ്രമേയം തന്നെ, ഹിംസ മനസ്സുകൊണ്ടാണോ വാക്കുകൊണ്ടാണോ കർമ്മം കൊണ്ടാണോ നടപ്പിലാക്കുന്നത്? ഇവിടെ ഒരു തർക്കത്തിനും പ്രസക്തിയില്ല. മൂന്ന് വിധത്തിലും ഹിംസയാവാം. രാഗി തെറി പറഞ്ഞ് തല്ലിത്തീർക്കുക എന്നുള്ളതാണ് നാട്ടിൻപുറത്തെ ഹിംസയുടെ ക്രമാനുഗതമായ വികാസം. നമ്മൾ നാട്ടിൻപുറങ്ങളെ കാണുന്നത് എങ്ങനെയാണ്? ആദ്യം മനസ്സുകൊണ്ട് പ്രാവും, പിന്നെ നേരിട്ട് നിന്ന് അസഭ്യം പറയും, ആറ്റകൈക്ക് കയറി തല്ലുക. അങ്ങനെയാണ് രാഗി തെറി വിളിച്ച് തല്ലിത്തീർക്കുക എന്നതാണ് നാട്ടിൻപുറത്തെ ഹിംസയുടെ സാധാരണ രീതി. പക്ഷെ ഇവിടെയും പ്രശ്നമുണ്ട്. വൈലോപ്പിള്ളി അത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നാടന്മാർക്കത്രേ ഗൃഹഛിദ്രത്തിൽ വാഗാടോപം, നാഗരികന്മാർക്കോ മൂക ശീതസങ്കരം മാത്രം എന്നാണ്. വലിയ വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത നാട്ടിൻപുറത്തെ അപരിഷ്കൃതമായ ജനങ്ങളുടെ ഇടയിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറയുക, കടന്നാക്രമിക്കുക, തല്ലി തീർക്കുക എന്നുള്ളത്. പക്ഷെ പരിഷ്കൃത ജനങ്ങളുടെ ഇടയിലായാലോ നാടന്മാർക്കത്രേ ഗൃഹഛിദ്രത്തിൽ വാഗാടോപം, നാഗരികന്മാർക്കോ മൂക ശീതസങ്കരം മാത്രം എന്നുള്ള നിലയിലാണ്. തല്ലു കഴിഞ്ഞതോടെ ഹിംസ എന്ന ക്രിയാരൂപം എടുത്തതിന് ശേഷവും പക മനസ്സിൽ അവശേഷിക്കുന്നു. അവിടെയാണ് നമ്മൾ ഹിംസ തീരുന്നില്ല. നിങ്ങളുടെ ശത്രുവിനെ തല്ലി വീഴ്ത്തിയത് കൊണ്ട് ഹിംസ അവസാനിക്കുന്നില്ല. ഗോത്രങ്ങൾ തമ്മിലുള്ള പക, കുടുംബങ്ങൾ തമ്മിലുള്ള പകയായി അത് മനസ്സിൽ അവശേഷിക്കുന്നുണ്ട്. നമ്മളുടെ വടക്കൻ പാട്ടുകൾ മുഴുവൻ പറയുന്നത് അത്തരം കുടിപ്പകകളുടെ കഥകളാണ്. തച്ചോളി ഉദയനും എതിരാളിയും തമ്മിൽ അങ്കക്കളത്തിൽ വെച്ച് വെട്ടിക്കൊന്ന് ഒരാൾ മറ്റേയാളെ വെട്ടി വീഴ്ത്തി ജയക്കൊടി നാട്ടിക്കഴിഞ്ഞാലും തോറ്റവന്റെ, വധിക്കപ്പെട്ടവന്റെ പിന്മുറക്കാർ പക മനസ്സിൽ കൊണ്ടു നടക്കുന്നു. ഹിംസയ്ക്കൊരവസാനമില്ല, അതിനൊരു തുടർച്ച മാത്രമേ ഉള്ളൂ എന്നർത്ഥം. ഗോത്രങ്ങൾ തമ്മിലുള്ള പകയായി അത് അവശേഷിക്കും. അതായത് പക വീണ്ടും മനസ്സിലെത്തുന്നു. മനസ്സാ വാച കർമ്മണ ഉള്ള വിസ്ഫോടനത്തിന് ഉള്ള വിഭവമായിട്ടാണ് ഓരോ വഴക്കും അവസാനിക്കുന്നത്. ഏത് യുദ്ധവും അവസാനിക്കുന്നത് അടുത്ത യുദ്ധത്തിനുള്ള വെടിമരുന്നറ ഒരുക്കിക്കൊണ്ടാണ് എന്നുള്ളത് നമുക്കറിയാം. ചെയ്ത ഹിംസ പരസ്യമായി ഏറ്റുപറഞ്ഞ് പാപമുക്തി നേടാം എന്ന മനോഹരമായൊരു സൂത്രം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. കുംഭസാരം എന്നോ കർമ്മവിഭാഗം എന്നോ ഒക്കെ പറയാം. രഹസ്യമായി പറയുന്നതാണ് കുംഭസാരം. തെറ്റ് ഉറക്കെ വിളിച്ചു പറയുന്നതാണ് കർമ്മവിഭാഗം എന്ന പേരിൽ അറിയപ്പെടുന്നത്. വീട്ടി ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥയുടെ പേര് കർമ്മവിഭാഗം എന്നാണ്. താൻ ചെയ്തു വന്ന തെറ്റുകളെ ശരിയാണ് എന്ന് വിചാരിച്ച് താൻ ചെയ്ത കർമ്മങ്ങളൊക്കെ പരസ്യമായി വിളിച്ചു പറയുകയാണ് ചെയ്തത്. ഇത് പാപമോചനത്തിനുള്ള ഒരടവാണ്. നല്ല രസമുള്ള ഒരേർപ്പാടാണിത്. തെറ്റ് ചെയ്യുക, ഏറ്റുപറയുക, സംശുദ്ധനാവുക, വീണ്ടും തെറ്റ് ചെയ്യുക, വീണ്ടും ഏറ്റുപറയുക. ബാറ്ററി റീചാർജ് ചെയ്ത് ഉപയോഗിക്കുന്ന അതേ രീതി തന്നെയാണ് നമ്മൾ അനുവർത്തിക്കുന്നത്. ഹിംസ ചെയ്യുന്ന വ്യക്തിയാണോ, ചെയ്യാൻ നിർബന്ധിക്കുന്ന വ്യക്തിയാണോ ഹിംസയ്ക്ക് ഉത്തരവാദി? അത് നൈതിക പ്രശ്നം തന്നെയാണ്. തൂക്കിക്കൊല്ലാൻ വിധിക്കുന്ന ജഡ്ജിക്കാണോ, കൃത്യം നിറവേറ്റുന്ന ആരാച്ചാർക്കാണോ ഹിംസയിൽ പ്രാമുഖ്യം? ആരാണ് ഹിംസകൻ? ഇതിൽ ഒരു ചോദ്യം കൂടി ഇതിനനുബന്ധമായി വരും. ജഡ്ജി എഴുതി വെച്ച നിയമം നോക്കിയാണ് വിധി കൽപ്പിക്കുക. നിയമം സമൂഹത്തിൻ്റെ സുസ്ഥിതിക്കാണ് എന്ന സുഖകരമായൊരു വിശ്വാസം അംഗീകരിച്ചാൽ ഹിംസയ്ക്ക് കൽപ്പന കൊടുക്കുന്നത് സമൂഹമാണ്. ഈ സമൂഹമാവട്ടെ നിരന്തരം അതിൻ്റെ നൈതിക മൂല്യങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഹിംസ, അഹിംസ, സത്യം, അസത്യം, ശരി, തെറ്റ്, എവിടെയാണ് അതിർത്തികൾ? നമ്മൾ എങ്ങനെയാണ് അതിർത്തി വരയ്ക്കുക? നമ്മളുടെ വലിയ കവി അക്കിത്തം പണ്ടേ ഈ പ്രശ്നം ചോദിച്ചിട്ടുണ്ട്. അറിഞ്ഞാൽ കൊള്ളാം
എന്നൊറ്റ വാശിയുണ്ടെനിക്ക്, അളവുകോലേരി ശരിക്കും തെറ്റിനും. ശരി തെറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട്. ഏതളവുകോല് വെച്ചാണ്? അങ്ങനെ സാർവത്രികമായി അംഗീകരിക്കപ്പെടാവുന്ന ഒരു അളവുകോലുണ്ടോ ശരിക്കും തെറ്റിനും? അറിഞ്ഞാൽ കൊള്ളാം എന്നൊറ്റ വാശിയുണ്ടെനിക്ക്, അളവുകോലേത് ഈ ശരിക്കും തെറ്റിനും. ഇതല്ല ആദ്യം പറയുന്നത്. ഇന്നലെ ചെയ്ത അബദ്ധം ഇന്നത്തെ ആചാരമാവാം, നാളത്തെ ശാസ്ത്രമതാവാം എന്ന് മുമ്പ് തന്നെ ഈ പരമസത്യം ആശാൻ ചൂണ്ടിക്കാണിച്ചുമാണ്. ബാലാമണിയമ്മ, വൈലോപ്പിള്ളി, ഇടശ്ശേരി എന്നീ വളരെ വലിയ കവികളിൽ ഹിംസാഹിംസ ചിന്തകളുടെ സാന്നിധ്യം എങ്ങനെ, എത്രത്തോളം എന്ന അന്വേഷണത്തിന് തുടക്കം കുറിക്കുക എന്നതാണ് എൻ്റെ ചുമതല. മൂവരുടെയും കാവ്യപ്രപഞ്ചം ബഹുമുഖങ്ങളും അതിവിസ്തീർണങ്ങളും അത്യന്തം സങ്കീർണങ്ങളുമായതുകൊണ്ട് ഏതാനും ചില കവിതകളിലൂടെ ഒരന്വേഷണത്തിന് തുനിയുന്നു എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇവരിൽ ആദ്യം ജനിച്ചത് എടശ്ശേരിയാണ്. 1906. എടശ്ശേരിയുടെ ജന്മം 1906. 1906 പ്രാധാന്യം വീണപൂവിന് തൊട്ട് മുമ്പ് ആണ്. മലയാളത്തിലെ പുതിയ കവിത തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള വർഷം ആണ് എടശ്ശേരി ജനിച്ചത്. 1909 ബാലാമണിയമ്മ രചിച്ച് വീണപൂവ് വന്നിട്ട് ഒരു കൊല്ലം കഴിഞ്ഞിട്ട്. വൈലോപ്പള്ളി 1911 ജനിക്കുന്നത്. കുമാരനാശാൻ്റെ ആദ്യത്തെ പ്രേമകാവ്യം എന്ന് പറയാവുന്ന നളിനി രംഗപ്രവേശം ചെയ്ത അതേ കൊല്ലം തന്നെ. 1911 തന്നെയാണ് ചങ്ങമ്പുഴ ജനിച്ചത്. 11 തന്നെയാണ് പാലാനാരായണൻ നായർ ജനിച്ചത്. നമ്മളുടെ അക്കാലത്തെ കവികളെ പറ്റി, നമ്മളുടെ പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെ വലിയ വക്താക്കൾ ഒരാളായിരുന്ന സി അച്യുതക്കുറുപ്പ് ജനിച്ചതും 1911. ആ വർഷത്തെപ്പറ്റി അന്വേഷിച്ചപ്പോൾ രസകരമായ, ഇതിനോട് ബന്ധമില്ലെങ്കിലും രസകരമായ മറ്റൊരു ഒബ്സർവേഷൻ കൂടിയുണ്ട്. വൈലോപ്പള്ളി മാഷയുടെ ഒരു മകൻ്റെ പേര് ശ്രീകുമാർ എന്നാണ്. പാലാനാരായണൻ നായരുടെ ഒരു മകൻ്റെ പേര് ശ്രീകുമാർ എന്നാണ്. അതേപോലെ തന്നെ 1911 ജനിച്ച പാലാനാരായണൻ നായർ, വൈലോപ്പള്ളി, പിന്നെ ഒരാളുടെ പേര് കൂടി പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ മകനും ശ്രീകുമാർ തന്നെയാണ്. ഈ 1911 ജനിച്ച 3 വലിയ കവികളുടെയും മക്കൾ ശ്രീകുമാരന്മാരാണ്. അത് ഞാൻ ഇങ്ങനെ യാദൃച്ഛയാ കണ്ടെത്തിയ ഒരു കാര്യമാണ്. 68 വയസ്സ് വരെ ഇടശ്ശേരി ജീവിച്ചുള്ളൂ. മരണം 1974. 74 വയസ്സായിരുന്നു വൈലോപ്പള്ളിക്ക് മരിക്കുമ്പോൾ. മരണം 1985. ബാലാമണിയമ്മ 95ാമത്തെ വയസ്സിൽ 2004 മരിച്ചത്. ഒന്നാം ലോക മഹായുദ്ധം 1913-14 തുടങ്ങി ആരംഭിച്ച് 17 വരെ എത്തുന്ന ആ കാലത്ത് ഒന്നാം ലോക മഹായുദ്ധം എന്ന ഹിംസയുടെ 20ാം നൂറ്റാണ്ടിലെ ആദ്യ ഭീകര അധ്യായം അരങ്ങേറി വന്ന കാലത്ത് അതിൻ്റെ കരാള രൂപം മനസ്സിലാക്കാനുള്ള പ്രായം ഒന്നും ഇവർക്കുണ്ടായിരുന്നില്ല. എന്നാൽ പിന്നീട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. വക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, ഉപ്പ് സത്യാഗ്രഹം, 2ാം ലോക മഹായുദ്ധം, ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം, കയ്യൂർ സമരം, വയലാർ സമരം, വിമോചന സമരം, നക്സലൈറ്റ് കലാപങ്ങൾ എന്നിങ്ങനെ മലയാള രാഷ്ട്രീയ ചരിത്രത്തിൽ അങ്കിതമായ രക്തക്കറകൾക്ക് ഈ 3 പേരും സാക്ഷികളായിട്ടുണ്ട്. മനുഷ്യൻ കാട്ടാളനാവുന്നതിന് സാക്ഷ്യം വഹിച്ചവരാണ് അവർ എന്നർത്ഥം. ഗാന്ധിയുടെ നേർക്ക് നിറയൊഴിച്ചവർ രാമൻ്റെ നേർക്കാണ് നിറയൊഴിച്ചത് എന്ന് മനസ്സിലാക്കാൻ അവർക്ക് സാധിച്ചിരുന്നു എന്നുകൂടി ഇതിൽ നമ്മൾ അർത്ഥം പറയേണ്ടിയിരിക്കുന്നു. അവരുടെ ഭിന്നകാലങ്ങളിലെ പ്രതികരണങ്ങൾ ഹിംസയുടെ നേർക്ക് എങ്ങനെയൊക്കെ ആയിരുന്നു എന്നതാണ് എൻ്റെ അന്വേഷണത്തിൻ്റെ വിഷയം. ഹിംസയുടെ മറുഭാഗത്ത് കാരുണ്യത്തെയോ പ്രേമത്തെയോ അതിൻ്റെ വിവിധ തലങ്ങളെയോ അവർ എങ്ങനെ പ്രതിഷ്ഠിക്കാൻ ശ്രമിച്ചു എന്നതാണ് അന്വേഷണം. അതിനൊരു കാരണമുണ്ട്. ഈ കവികളുടെ മനസ്സും സാധാരണക്കാരൻ്റെ മനസ്സും തമ്മിലുള്ള ഒരു വ്യത്യാസം നമ്മളിവിടെ അറിഞ്ഞിരിക്കണം. കവികളുടെ മനസ്സ് വളരെ സെൻസിറ്റീവാണ്. ഒരു പടിഞ്ഞാറൻ കാവ്യ നിരൂപകൻ അതിമനോഹരമായി അത് പറയുന്നുണ്ട്.
സാധാരണ ഒരു മനുഷ്യൻ്റെ മനസ്സ് വെള്ളക്കടലാസ് പോലെയാണെങ്കിൽ ഒരു എഴുത്തുകാരൻ്റെ മനസ്സ് ഒരു ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ് പോലെയാണ് എന്നാണ് പറയുക. വെളിച്ചത്തിന് നേരെ തുറന്നു വയ്ക്കുമ്പോൾ ഈ കടലാസിൽ ഒരു മുദ്രയും പതിയുന്നില്ല. പക്ഷെ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിൽ ചില മുദ്രകൾ പതിയുകയും ആ മുദ്രകൾ പിന്നീട് ചില രാസപ്രക്രിയകളുടെ ഫലമായി ചില രൂപങ്ങളായി മാറിത്തീരുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഹിംസയുടെ കഥകൾ, രണ്ടാം ലോക മഹായുദ്ധത്തിലെ ഹിംസ, ഗുരുവായൂർ സത്യാഗ്രഹത്തിലെ ഹിംസ, കയ്യൂർ സഖാക്കളെ തൂക്കിക്കൊന്ന കഥ, ഇതൊക്കെ ഈ കവികളുടെ മനസ്സിൽ പറ്റിയ മുദ്രകളുണ്ട്. ഈ മുദ്രകൾ മറ്റ് പല സന്ദർഭങ്ങളിലും ഹിംസയുടെ കരാള രൂപത്തെ എങ്ങനെ സ്നേഹം കൊണ്ടും കാരുണ്യം കൊണ്ടും നമുക്ക് ലഘൂകരിക്കാൻ പറ്റുമെന്നുള്ളൊരു അന്വേഷണമായി മാറിത്തീരുന്നുണ്ട് എന്നുള്ളിടത്തേക്കാണ് ഞാൻ ഈ പ്രബന്ധം കൊണ്ടുവരുന്നത്. അനുഭവങ്ങൾ ഏറ്റുവാങ്ങിയ ഈ മഹാകവികളുടെ ജീവിത പശ്ചാത്തലം കൂടി നമ്മൾ അറിയണം. താരതമ്യേന സമ്പന്നമായ ഒരു നായർ തറവാട്ടിൽ ജനിക്കുകയും തൻ്റെ യൗവനകാലം കേരളത്തിന് പുറത്ത് കഴിച്ചുകൂട്ടുകയും ചെയ്ത വ്യക്തിയാണ് ബാലാമണിയമ്മ. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അലകൾക്ക് നേർസാക്ഷ്യം വഹിച്ച കൽക്കട്ടയിൽ കുറെ കാലം അവർ കഴിച്ചുകൂട്ടിയിരുന്നു. വീട്ടിലിരുന്നാണ് അവർ പഠിച്ചത് എന്നുള്ളതിന് മറ്റൊരനുബന്ധം കൂടിയുണ്ട്. ഉച്ചപ്പട്ടിണിക്കാരനായ ഒരു കൂട്ടുകാരൻ അവർക്കുണ്ടായിരുന്നില്ല എന്നുള്ളത്. അത് വലിയൊരു വ്യത്യാസമാണ് ജീവിതാനുഭവങ്ങളിൽ. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനില്ലാതെ വിശന്ന വയറുമായി ക്ലാസ്സിലിരിക്കുന്ന ഒരു കൂട്ടുകാരനെ പറ്റി ബാലാമണിയമ്മയ്ക്ക് ഒരു പരിചയമില്ല എന്നുള്ളതാണ്. അത് അനുഭവങ്ങളുടെ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പഴയ തലമുറയിൽപ്പെട്ട ആളുകൾ മിക്കവർക്കും ആ അനുഭവം ഉണ്ടായിരുന്നു എന്നുള്ളത് കൂടി നമ്മൾ ആലോചിക്കണം. വീട്ടിലിരുന്ന പഠിപ്പ് നാലപ്പാടിനെയും വള്ളത്തോളിനെയും പോലെയുള്ളവരാണ് കൗമാരത്തിൽ അവരുടെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തിയത്. ബാലാമണിയമ്മയുടെ അത്ര സമ്പന്നമായ തറവാടല്ല വൈലോപ്പള്ളിയുടേത്. അവിടെയാണ് അദ്ദേഹം ജനിച്ചു വളർന്നത്. നാലപ്പാടിനെയോ വള്ളത്തോളിനെയോ പോലെ ഒരാളും ഉണ്ടായിരുന്നില്ല അവർക്ക് വഴികാട്ടിയായി, അദ്ദേഹത്തിന് വഴികാട്ടിയായി. എങ്കിലും ആഭിജാത്യം, ജാതി മേൽക്കോയ്മ എന്നിവ മൂലം പട്ടിണി അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ട്. വൈലോപ്പള്ളിയുടെ കടൽക്കാക്കകൾ എന്നുള്ള പ്രസിദ്ധമായ കവിതയാണ്. സ്കൂളിൽ നിന്ന് 4 മൈൽ ദൂരെ 6 കിലോമീറ്റർ അപ്പുറത്ത് തറവാട്ടിൽ പത്താഴത്തിൽ പുഴുങ്ങി ഉണങ്ങിയ പഴയരി ധാരാളം കിടക്കുമ്പോൾ തൊട്ടു നിന്നാൽ പാടില്ലാത്തത് കൊണ്ട് സ്കൂളിനടുത്തുള്ള കടകളിൽ കയറി ഭക്ഷണം കഴിക്കാതെ ഒരേട്ടനും അനിയനും വിശന്നിരിക്കുന്ന കഥ കടൽക്കാക്കകൾ എന്നുള്ള കവിതയിൽ അദ്ദേഹം പറയുന്നുണ്ട്. ഇടത്തരം പട്ടണത്തിലാണ് സ്കൂൾ കോളേജ് വിദ്യാഭ്യാസം വൈലോപ്പള്ളിക്ക്. വിദ്യാലയ അന്തരീക്ഷവുമായിട്ടാണ് അവസാന കാലം വരെ അദ്ദേഹം കഴിച്ചുകൂട്ടിയത്. എടശ്ശേരി ആവട്ടെ ഒരു കർഷക കുടുംബത്തിലാണ് പിറന്നു വളർന്നത്. വൈലോപ്പള്ളിയെ പോലെ പഠിക്കാനുള്ള സാഹചര്യം അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. നന്ന ചെറുപ്പത്തിൽ തന്നെ ജീവിതത്തിൻ്റെ പാരുഷ്യം അദ്ദേഹം നേരിട്ടറിഞ്ഞു. വക്കീൽ ഗുമസ്തനായി തുടർന്ന ജീവിതം ഭിന്നതരക്കാരായ നിരവധി വ്യക്തികളുമായി അടുത്തിടപഴകുവാൻ ഇടശ്ശേരിക്ക് അവസരം നൽകുകയും ചെയ്തു. ഇടശ്ശേരിയുടെ ഗുരു സമൂഹ ജീവിതം ആയിരുന്നു. സ്വാഭാവികമായും ജീവിത സമസ്യകളെ നിർദ്ധാരണം ചെയ്യുന്നതിന് ഭിന്നമായ നിലപാടുകൾ ആർജിത സംസ്കാരത്തിൻ്റെ വെളിച്ചത്തിൽ ഇവർ കൈക്കൊണ്ടു. വേദനകൾ കുഴിവെട്ടി മുഴുവാനുള്ളവയാണ് എന്നും അങ്ങനെ മൂടിയാലേ ശക്തിയിലേക്ക് കുതികൊള്ളുവാൻ പറ്റുള്ളൂ എന്നും എടശ്ശേരിക്ക് പൂർണ്ണമായ ബോധ്യം യൗവനാരംഭത്തിൽ തന്നെ കിട്ടിയിരുന്നു. ആസ്തിക്യ ബോധത്തിൽ അധിഷ്ഠിതവും ശുഭപ്രതീക്ഷയിൽ വേരോട്ടം ഉള്ളതും ആയിരുന്നു ബാലാമണിയമ്മയുടെ മനസ്സ്. ഇവ രണ്ടിലും അത്രയ്ക്കങ്ങൊരു ഉറപ്പുണ്ടായിരുന്നില്ല വൈലോപ്പള്ളിക്ക്. മനുഷ്യരുടെ ദൈവം എന്നാണ് സഖ്യൻ്റെ മകനിൽ അദ്ദേഹം ഈശ്വരനെ വിശേഷിപ്പിച്ചത്. ബാലാമണിയമ്മ ഒരിക്കലും ഉപയോഗിക്കാത്തൊരു വാക്കാണ് മനുഷ്യൻ്റെ ദൈവം എന്ന്. ദൈവത്തിൽ അവർക്ക് ഉറച്ച വിശ്വാസമാണ്. ഒരാസ്തികനായ ഹിന്ദുവിൻ്റെ വിശ്വാസം തന്നെയായിരുന്നു. വൈലോപ്പള്ളി മാഷ്ക്ക് അതിൽ അത്രയ്ക്ക് എങ്ങോട്ടൊരു വിശ്വാസം ഉണ്ടായിരുന്നു എന്നുള്ളത് സംശയമാണ്. അവ യാഥാർത്ഥ്യത്തെക്കാൾ സാങ്കല്പികമല്ലേ എന്ന് അദ്ദേഹം ശങ്കിച്ചിരുന്നു. ഇത്തരം സുഹൃത സങ്കല്പങ്ങൾ നല്ലതാണ് എന്ന അഭിപ്രായമായിരുന്നു എടശ്ശേരിക്ക്. അതുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ അന്വേഷിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ ഒരെണ്ണം ഉണ്ടാകുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്നുള്ള ഒരു തരം നിർവികാരതയായിരുന്നു അക്കാര്യത്തിൽ ഇടശ്ശേരിക്ക്.
ഹിംസ പുരോഗതിക്കൊപ്പം നടക്കുന്ന നിഴലാണ് എന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞല്ലോ. അതിൻ്റെ ആസുരതയെ നേർക്കുനേരെ കാണുന്ന രചനകളാണ് വൈലോപ്പള്ളിയുടെ കുടിയൊഴിക്കൽ. അവിടെ കവി എങ്ങനെ ഇതിനെ നേരിടുന്നു? കുടിയൊഴിക്കലിലെ നായകന് പേരില്ല എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം. അയാൾ മധ്യവർഗത്തിൽ, ഉയർന്ന മധ്യവർഗത്തിൽപ്പെട്ടവൻ്റെ പ്രതിനിധിയാണ്. നായിക ഗ്രാമത്തിൻ്റെ കന്യകയാണ്. നഗരവാസിയായ നായകൻ ഗ്രാമത്തിൽ വസിക്കുന്ന നായിക. ഗ്രാമങ്ങളെ ഹിംസിച്ചാണ് നഗരങ്ങൾ വളരുന്നത്. ഒന്ന് നാട്യപ്രധാനം, മറ്റേത് നന്മകളാൽ സമൃദ്ധം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അതൊരു പ്രധാനപ്പെട്ട അത് തന്നെയാണ്. നമ്മൾ പരിഷ്കൃത ജീവിതം എന്ന് പറയുന്നത് നഗരവൽക്കരിക്കപ്പെട്ടു വരുന്നൊരു ജീവിതത്തെയാണ്. ഈ നഗരവൽക്കരിക്കപ്പെടുന്ന ജീവിതം ശ്രേഷ്ഠമാണ് എന്ന് പറയുമ്പോൾ അത് ഒരു പട്ടണം ഗ്രാമത്തെ കീഴടക്കിയ കഥ കൂടി അതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളത് നമ്മൾ അറിയണം. ചൂഷണം എന്നത് ഹിംസയുടെ ഗോത്രത്തിൽപ്പെട്ട പദമാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ചൂഷണത്തെ എതിർക്കുന്നത് ധാർമ്മികമാണ് എന്ന് നാം ഊറ്റം കൊള്ളാറുണ്ട്. എന്നാൽ ചൂഷണം പ്രകൃതിയുടെ നേർക്കാവുമ്പോൾ സ്ഥിതി മാറുന്നു. നമ്മളങ്ങനെ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. ചൂഷണം തെറ്റാണ് എന്ന് നമ്മളാണ് പറയുക. പക്ഷെ പ്രകൃതിയുടെ നേർക്കാവുമ്പോഴോ ചൂഷണം, പ്രകൃതിയെ ചൂഷണം ചെയ്യണം എന്നാണ് നമ്മൾ പറയുന്നത്. അതിങ്ങനെ ഒരു ദിക്കിൽ ഹിംസയുടെ പര്യായമായ ചൂഷണം മറൊരു ദിക്കിൽ നന്മയുടെ പര്യായമായി മാറിത്തീരുന്നു. എന്നാൽ ചൂഷണം പ്രകൃതിയുടെ നേർക്കാവുമ്പോൾ സ്ഥിതി മാറുന്നു. ഇപ്പോഴും സ്ഥിതി അതുതന്നെയാണ്, അല്ല എന്ന് നമ്മൾ പറയാറുണ്ട്. എങ്കിലും അതായത് നഗരവൽക്കരണത്തിന് ഗ്രാമം ഇരയാവുമ്പോൾ അത് ചൂഷണമല്ല, സുസ്ഥിര വികസനം ആവുന്നു എന്നാണ് നമ്മൾ പറയാറ്. അവിടെ ഹിംസയോ അതിനോട് ബന്ധപ്പെട്ട പാപപുണ്യ ചിന്തകളോ നമ്മൾ അംഗീകരിക്കാറേയില്ല. അയാൾക്ക് 100 ന്യായങ്ങൾ തൻ്റെ ഹിംസയുടെ സാധൂകരണത്തിന് കണ്ടെത്താനുണ്ടാവാം. പക്ഷേ നെഞ്ചു കീറി നേരിനെ കാട്ടുന്ന മധ്യവർഗക്കാരനായ കവി, ആ കവിക്ക് ഇതങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ല. ഹിംസ അയാൾ ഹിംസയായിട്ട് തന്നെയാണ് കാണുന്നത്. നഗരവാസി നാട്ടിൻപുറത്തുകാരിയെ വഞ്ചിക്കുന്ന ഹിംസയായിട്ട് തന്നെയാണ് വൈലോപ്പള്ളി അത് കണ്ടത്. ചെറ്റ, വിടൻ എന്നൊക്കെ തന്നെ കവി വിശേഷിപ്പിക്കുന്നത് ഈ പശ്ചാത്തലത്തിലാണ് എന്നോർക്കണം. അവളുടെ ദാരിദ്ര്യമാവാം സ്നേഹത്തിന് കാരണം. ഒന്ന് കൊട്ടിയാൽ മറ്റൊന്ന് എന്ന മട്ടിലാണ് പെൺകിടാങ്ങൾക്ക് അനുരാഗം എന്നൊക്കെ അയാൾ മനസമാധാനം കൈക്കൊള്ളാൻ തന്നോട് തന്നെ കളവ് പറയുന്നുണ്ട്. കുടിയൊഴിക്കലിൽ കവി പറയുന്നുണ്ട്, കന്യമാർക്കു നവാനുരാഗങ്ങൾ കമറചോണ സ്ഫടിക വളകൾ ഒന്ന് കൊട്ടിയാൽ മറ്റൊന്ന് എന്നാണ്. അവൾക്ക് തൻ്റെ പേരിൽ തോന്നിയ അനുരാഗം തന്നിൽ നിന്ന് കിട്ടുന്ന ആർത്ഥിക ലാഭം മുൻനിർത്തിക്കൊണ്ടാവാം. കുറച്ച് പൈസ കിട്ടും, കുറച്ച് സുഖസൗകര്യങ്ങൾ കിട്ടും, ഇതൊക്കെ വിചാരിച്ചിട്ടാവാം. അല്ലാണ്ട് അവൾക്ക് പ്രേമമൊന്നുമില്ല. കന്യമാർക്ക് നവാനുരാഗങ്ങൾ കമ്രശോണ സ്ഫടിക വളകൾ. ഒരു പെൺകുട്ടിക്ക് ചുമന്ന വള പോലെയുള്ളൂ അവൾക്ക് അനുരാഗം. ഒന്ന് പൊട്ടുമ്പോൾ സങ്കടം ഉണ്ടാകും, പക്ഷെ മറ്റൊന്ന് കിട്ടിയാൽ ആ സങ്കടം തീർന്നു എന്ന് ഈ ചെറ്റയായ വിടൻ, കണ്ണാടി നോക്കി തന്നെ ചെറ്റയായ വിടൻ എന്ന് വിശേഷിപ്പിക്കുന്ന ഈ കവി പറയുന്നുണ്ട്. അതായത് നഗരവൽക്കരണത്തിൻ്റെ ഹിംസാ സ്വഭാവത്തെ വൈലോപ്പള്ളി സ്വന്തം ജീവിതത്തിൽ അനുഭവിക്കുന്നു എന്നർത്ഥം. ഏതു ചൂഷകനും ഉണ്ടാവും തൻ്റെ കർമ്മത്തെ ന്യായീകരിക്കുവാനുള്ള വാദങ്ങൾ. അത്തരം ന്യായവാദങ്ങൾ ഉന്നയിക്കുമ്പോൾ തന്നെ അവയിൽ തനിക്ക് വിശ്വാസമില്ല എന്ന് പറയാതെ പറയുകൂടി ചെയ്യുന്നു എന്നുള്ളിടത്താണ് ഹിംസയുടെ നേർക്കുള്ള, അനീതിയുടെ നേർക്കുള്ള വൈലോപ്പള്ളിയുടെ വീക്ഷണം മധ്യവർഗ ബുദ്ധജീവിയുടെ സദാചാര കാപട്യത്തിന് എതിരാവുന്നത്. ഈ ഒരു തലം ബാലാമണിയമ്മയുടെ കവിതയിൽ നമുക്ക് കാണാനേ സാധിക്കുന്നില്ല. മനുഷ്യന്റെ ആത്യന്തിക നന്മയിൽ അടിയുറച്ച ഗാന്ധിയൻ വിശ്വാസമാണ് അവരുടെ ശക്തി. അതിൻ്റെ പവിത്രമായ ഒരു മുഖമാണ് അവരുടെ കവിതയിലെ മാതൃത്വം. പക്വമായ മറ്റൊരു മുഖമാണ് കുടുംബഭദ്രത. തേജോമയമായ മുഖമാണ് മാനവപ്രേമം. തെരുവിൽ അലയുന്ന പിച്ചക്കാരി കുട്ടിക്ക് എങ്ങനെയോ കിട്ടിയ ഒരല്പം ഭക്ഷണം അവളിൽ നിന്നും അവളുടെ വിശന്ന് പൊരിയുന്ന അമ്മ തട്ടിപ്പറിക്കുന്ന ഒരു രംഗം, ഹിംസയുടെ രൂക്ഷഭാവം കവയിത്രി കാണിച്ചു തരുന്നുണ്ട്. ബാലാമണിയമ്മയുടെ വല്ലാത്ത ഹൃദയസ്പർശിയായ ഒരു കവിതയാണ്. തെരുവിൽ നടക്കുന്ന ഒരു 4 വയസ്സുകാരി കുട്ടി, അവൾക്ക് ഇവിടുന്ന് ഒരു അപ്പക്കഷ്ണം കിട്ടിയിട്ടുണ്ട്. അവളുടെ 10-25 വയസ്സായ അമ്മ ക്രൂരമായി അവളുടെ കയ്യിൽ നിന്ന് അപ്പം തട്ടിപ്പറിച്ച് തിന്നുകയാണ് ചെയ്യുന്നത്, അവരുടെ വിശപ്പിനെ ശമിപ്പിക്കാൻ വേണ്ടിയിട്ട്. പൈതലെ തല്ലുന്നു നിർദ്ദയം, മുന്നിലെ പാതമേൽ നിൽക്കുന്ന പിച്ചക്കാരി തട്ടിപ്പറിക്കുകയാണ്
അവൾ എമ്മട്ടോ കുട്ടിക്ക് കൈവന്ന ഒരപ്പത്തുണ്ടം എന്ന് ബാലാമണിയമ്മ എഴുതി. വിശക്കുന്ന ആ അമ്മയെയും കുഞ്ഞിനെയും തെരുവിൽ എത്തിച്ച സമൂഹത്തിന്റെ ഹിംസാശീലത്തെപ്പറ്റി ബാലാമണിയമ്മ മിണ്ടുന്നില്ല എന്നുള്ളത് ശ്രദ്ധിക്കണം. അത് കേവലം വൈയക്തികമായ ഒരു പ്രശ്നം മാത്രമായിട്ടാണ് കാണുന്നത്. ഒരുപക്ഷെ കാണാൻ ആ അമ്മയ്ക്ക് മുത്തശ്ശിക്ക് കരുത്തില്ല എന്നതാവാം സത്യം. ഹിംസയുടെ ആ വേദന വൈയക്തിക തലത്തിൽ നിന്നും ബാലാമണിയമ്മ അനുഭവിക്കുന്നു. അതിലെനിക്ക് തർക്കമൊന്നുമില്ല. താൻ ഉൾപ്പെടുന്ന മനുഷ്യ സമൂഹമാണ് ഈ ദുരവസ്ഥയ്ക്ക് പിന്നിൽ എന്നറിഞ്ഞുകൊണ്ട് വൈലോപ്പിള്ളിയും അത് അനുഭവിക്കുന്നുണ്ട്. അത് മാറ്റാൻ തനിക്ക് ചുമതലയുണ്ട് എന്നും അതാണ് തൻ്റെ ചുമതല എന്ന ബോധത്തോടെയാണ് ഇടശ്ശേരി അത് അനുഭവിക്കുന്നത്. ആ 3 സ്റ്റേജുകളിലാണ്. ഇതാണ് വ്യത്യാസം. അതിസൂക്ഷ്മമാണ് ഈ അനുഭവ തലങ്ങൾ. ആവിഷ്കാര ചാരുത 3 തലങ്ങളുടെയും വിങ്ങൽ നമുക്ക് പകർന്നു തരുന്നുണ്ട്. വർഗവ്യത്യാസങ്ങൾ എന്ന സങ്കല്പം ഹിംസയുമായി ബാലാമണിയമ്മ ഒരിക്കലും കൂട്ടിച്ചേർക്കുന്നില്ല. വർഗസമരത്തിൽ ചൂഷിതനോടൊപ്പമാണ് താൻ നിൽക്കേണ്ടത് എന്നറിയുമ്പോഴും സത്യസന്ധനായ വൈലോപ്പിള്ളി മാർഗം തെരഞ്ഞെടുക്കുന്നതിൽ ചാഞ്ചാട്ടക്കാരനാണ്. ഇടശ്ശേരിക്കാകട്ടെ ഒരു ചാഞ്ചല്യവുമില്ല. വിശക്കുന്ന വയറുകളുടെ താപമാറ്റാൻ ഉഴറിയോടുമ്പോൾ വഴിമുടക്കി നിൽക്കുന്ന നരിയെ കൊല്ലാൻ കയ്യിൽ കിട്ടിയത് ബുദ്ധപ്രതിമയാണെങ്കിൽ അത് തന്നെ അദ്ദേഹം ആയുധമാക്കും. ഇടശ്ശേരിയുടെ പ്രസിദ്ധമായ കവിതയാണ് ബുദ്ധനും ഞാനും നരിയും എന്ന്. ഹിംസയുടെ പ്രതീകമായ നരി ഒരു ഭാഗത്ത്, ശാന്തതയുടെ പ്രതീകമായ ബുദ്ധൻ മറുഭാഗത്ത്, നരിയാണ് നടുക്ക്. കവി നടുക്കാണ് നിൽക്കുന്നത്. ഈ ഹിംസയുടെയും ബുദ്ധകാരുണ്യത്തിൻ്റെയും നടുവിൽ നിൽക്കാണ്. ഈ കവി എന്താണ് ചെയ്യുന്നത്? തൻ്റെ വീട്ടിലെ വിശന്ന് മരവിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള അരിയും കൊണ്ട് പോവുകയാണ്. അത് വീട്ടിൽ എത്തിച്ചിട്ട് വേണം അവർക്ക് ഭക്ഷണം കൊടുക്കാൻ. അങ്ങനെ ഓടിപ്പോകുമ്പോഴാണ് മുമ്പിൽ നരി വന്ന് നിൽക്കുന്നത്. അടുത്തുണ്ടായിരുന്ന ബുദ്ധപ്രതിമ എടുത്ത് ആ നരിയെ തല്ലിക്കൊല്ലുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഹിംസയുടെ പ്രശ്നമാണോ എന്നുള്ളത് നിങ്ങൾക്ക് വേറെ തൊഴിലൊന്നുമില്ല, ഒരുപാട് സമയമുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ചോളൂ എന്നാണ് ശരി കൃത്യമായിട്ട് തൻ്റെ നിലപാട് വ്യക്തമാക്കുന്നുണ്ട്. ഇവിടെ ഹിംസ അഹിംസ എന്നിവയുടെ അതിർവരമ്പുകൾ തന്നെ അപ്രസക്തമാവുന്നു. മറ്റു പണിയൊന്നുമില്ലാത്തവരോട് അത് തർക്കിച്ചുകൊണ്ടിരുന്നോളൂ എന്ന് പറയാൻ പൊന്നാനിയിലെ കൃഷിക്കാരന് ഒരു ഈശനും ഇല്ല. വർഗസമരം ചൂഷകനും ചൂഷിതനും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. ബാലാമണിയമ്മ സ്പർശിക്കാത്ത ഈ തലം ഇടശ്ശേരിയും വൈലോപ്പിള്ളിയും കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇടശ്ശേരിക്ക് തൊഴിലാളി വർഗം സ്വന്തം ചേരിയാവുമ്പോൾ വൈലോപ്പിള്ളിക്ക് തൊഴിലാളി വർഗം പ്രിയപ്പെട്ട മിത്രങ്ങളുടെ ചേരി മാത്രമാണ്. കർഷക തൊഴിലാളികളുടെ ഒരു ജാഥ കടന്നു പോവുകയാണ് എന്ന് നിങ്ങൾ സങ്കല്പിക്കൂ. ആ കൂട്ടത്തിൽ ഇടശ്ശേരിയെ കണ്ടാൽ എനിക്കൊരത്ഭുതം തോന്നില്ല എന്നല്ല പറയേണ്ടത്. ഇടശ്ശേരിയെ ആ കൂട്ടത്തിൽ കാണാം എന്ന പ്രതീക്ഷ അസ്ഥാനത്താവില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എന്നാൽ ആ ജാഥ സാവേശം, സാഭിമാനം, സസന്തോഷം നോക്കി നിൽക്കുന്നവരുടെ കൂട്ടത്തിലാണ് വൈലോപ്പിള്ളിയെ കാണുക. അവർക്ക് നന്മ വരണമേ എന്ന് പൂജാമുറിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയാവും ഈ സമയത്ത് ബാലാമണിയമ്മ ചെയ്യുക. കുടിയൊഴിക്കലിലേക്ക് കടക്കും മുൻപ് വൈലോപ്പിള്ളിയുടെ മറ്റൊരു കവിത ശ്രദ്ധിച്ചാൽ ഞാൻ വിശദീകരിക്കാൻ ശ്രമിക്കുന്ന പ്രമേയം കൂടുതൽ വ്യക്തമാവും. യുഗപരിവർത്തനം എന്ന് ഒരു പ്രധാനപ്പെട്ട കവിതയുണ്ട് വൈലോപ്പിള്ളിയുടെ. വൈലോപ്പിള്ളിക്ക് തൊഴിലാളി ഫാക്ടറി തൊഴിലാളിയല്ല, നാട്ടിൻപുറത്തെ കൂലിപ്പണിക്കാരനും കൃഷിക്കാരനും ആണ്. അതുകൊണ്ട് ഹിംസയെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ പാരമ്പര്യവുമായി ബന്ധപ്പെട്ടാണ് ആ കഥാപാത്രങ്ങളിൽ കാണുക. യുഗപരിവർത്തനത്തിൽ കവി, അതായത് ഉപരിവർഗക്കാരൻ, ഇടുങ്ങിയ പാടവരമ്പിലൂടെ നടന്നു പോകുന്നതാണ് രംഗം. പാടവരമ്പിലൂടെ പോകുമ്പോൾ എതിരെ കുടികിടപ്പുകാരൻ, ധിക്കാരിയായ തൊഴിലാളി നടന്നു വരുന്നു. ഉള്ളിൽ ഭയമുണ്ടെങ്കിലും പുറത്തു കാട്ടാതെ ആഭിജാത്യത്തിന്റെ വെള്ളി കെട്ടിയ ചൂരൽ വടി എന്ന് വൈലോപ്പിള്ളി പറയുന്നുണ്ട്. ആഭിജാത്യത്തിന്റെ വെള്ളി കെട്ടിയ ചൂരൽ വടി മനസ്സിലും പൂർവികർ പോരിൽ വന്ന പൂർവികരുടെ രക്തധാര നൽകുന്ന ഊറ്റവുമായി മുന്നോട്ട് നടന്നപ്പോൾ തൊഴിലാളി വിനീതനായി വഴിമാറിക്കൊടുക്കുന്നു. സംതൃപ്തമായ അഹന്തയോടെ തിരിഞ്ഞു നോക്കുന്ന ജന്മി കാണുന്നത് തൊഴിലാളി മുഷ്ടി ചുരുട്ടിക്കാട്ടുന്നതാണ്. ചൂഷകൻ കണ്ടു എന്ന് മനസ്സിലായപ്പോൾ ഭീരിതനായ ചൂഷിതൻ ചുരുട്ടിയ മുഷ്ടി തലചൊറിയൽ എന്ന ക്രിയയിലേക്ക് മാറി. വളരെ കൃത്യമായിട്ട് ആ ചിത്രം വരച്ചു വയ്ക്കുന്നുണ്ട്. വീതി കുറഞ്ഞ പാടവരമ്പ്, ഇതിലൂടെ കവി മുമ്പോട്ട് പോകുന്നു. മധ്യവർഗക്കാരനായിട്ടുള്ള കവി, ഇതിലെ കരുത്തനായ തൊഴിലാളി വരുന്നു. ഇവൻ എന്താ ചെയ്യാന്ന് അറിയില്ല. പക്ഷെ ഒട്ടും ഭയം പുറത്ത് കാണിക്കാതെ ഇയാൾ മുമ്പോട്ട് നടന്നപ്പോൾ
തൊഴിലാളി മാറി നിന്നു കൊടുത്തു. അയാളങ്ങോട്ട് മുമ്പോട്ട് എറിയും. ഇവൻ ഭയന്ന് തന്നെയാണല്ലോ ഇരുന്നവൻ. മുമ്പോട്ട് പോയിട്ട് 2 അടി നടന്നിട്ട് തിരിഞ്ഞു നോക്കി. തിരിഞ്ഞു നോക്കിയപ്പോൾ പിന്നെ നിന്ന് തൊഴിലാളി മുഷ്ടി ചുരുട്ടി കാണുകയാണ്. ഇയാൾ കാണുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ പതുക്കെ ചുരുട്ടിയ മുഷ്ടി കൊണ്ട് തല ചൊറിഞ്ഞു എന്നുള്ളതാണ്. ഈ കവിത വന്നിട്ട് ഈ തൊഴിലാളിയുടെ പ്രവൃത്തിയിൽ സന്തോഷിക്കുന്നുണ്ട്. നമ്മളുടെ പല വ്യാഖ്യാതാക്കളും പറഞ്ഞത് അവകാശങ്ങൾക്ക് വേണ്ടി നിർഭീകനായി മുഷ്ടി ചുരുട്ടി കാട്ടിയ തൊഴിലാളിയെ അഭിനന്ദിക്കുകയാണ് വൈലോപ്പിള്ളി ചെയ്തത് എന്ന്. എൻ്റെ പക്ഷം അതല്ല. മുഷ്ടി ചുരുട്ടി കാണിച്ച തൊഴിലാളി തന്നെ കണ്ടപ്പോൾ അത് തലയൊറിച്ചിലാക്കി മാറ്റി തീർത്തു എന്നുള്ളതിലാണ് ഈ മധ്യവയസ്കാരനായ കവിക്ക് സന്തോഷം തോന്നിയത്. തൊഴിലാളിയുടെ വളർച്ചയിലല്ല എന്നുള്ളത് തന്നെയാണ്. ഇത് ചാന്താട്ടക്കാരനായ പെറ്റി ബൂർഷയുടെ സ്വഭാവം തന്നെയാണ്. ജന്മി കാണുന്നത് തൊഴിലാളി മുഷ്ടി ചുരുട്ടി. ചൂഷകന്റെ മിഥ്യാഭിമാനം സംതൃപ്തം. ചൂഷിതൻ അവന്റെ അവകാശത്തെപ്പറ്റി ബോധവാനായി എന്നതല്ല വൈലോപ്പള്ളിയെ സന്തോഷിപ്പിച്ചത്, അവനിൽ അടിമത്ത ഭാവം നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇവിടെ നിന്നും കുഴിവെട്ടി മൂടുക വേദനകൾ കുതികൊള്ളുക ശക്തിയിലേക്ക് നമ്മൾ എന്നിടത്തേക്ക് കുറച്ചധികം ദൂരമുണ്ട്. താൻ വഞ്ചിച്ച പെണ്ണും ഉള്ളിൻ്റെ ഉള്ളിൽ താൻ വെറുത്ത തൊഴിലാളിയും അവരെ പോലെയുള്ള 100 പേരും ചേർന്ന് വരുന്ന പെരുമ്പടയെ, വിസ്മൃത ശ്മശാനങ്ങളിൽ നിന്ന് വരുന്ന ആ പടയെ, തുണ്ടുചങ്ങല് തൂങ്ങിടും കൈകൾ, കണ്ഠപാശം കൊരുത്ത ഗർഭങ്ങൾ, ഒട്ടിയ വയറുകൾ, തല്ലാൽ പൊട്ടി രക്തമൊഴിക്കും തലകൾ, ഭൂതവർത്തമാനങ്ങൾ തൻ ഗൂഢപ്രേതശാല തൻ അസ്ഥികൂടങ്ങൾ. തൊഴിലാളികൾ വഞ്ചിക്കപ്പെട്ട മനുഷ്യരുടെ ഒരു വലിയ പ്രവാഹം വരുന്നതിന് വൈലോപ്പള്ളി സാക്ഷി നിൽക്കുന്നുണ്ട്. അവരെ വർണ്ണിക്കുന്നത് എങ്ങനെയാണ്? തുണ്ടു ചങ്ങല് തൂങ്ങിടും കൈകൾ, കണ്ഠപാശം കൊരുത്ത ഗർഭങ്ങൾ, ഒട്ടിയ വയറുകൾ, തല്ലാൽ പൊട്ടി രക്തമൊലിക്കും തലകൾ, ഭൂതവർത്തമാനങ്ങൾ തൻ ഗൂഢപ്രേതശാല തൻ അസ്ഥികൂടങ്ങൾ. അവരെ പക്ഷെ വൈലോപ്പള്ളി വിശേഷിപ്പിച്ച് കൂളികൂളന്മാരും അലാത സംഘവും എന്നൊക്കെയാണ്. നെഞ്ചു കയറി നീരിനെ കാട്ടുന്നത് കൊണ്ട് അദ്ദേഹം അത് തുറന്നു പറഞ്ഞു എന്നേ ഉള്ളൂ. ചരിത്രം കണ്ടു ശീലിച്ച ചോരയിൽ ചവിട്ടിയുള്ള ഒരു ഗ്രേറ്റ് മാർച്ചിനെ പറ്റി ബാലാമണിയമ്മയുടെ സ്വപ്നങ്ങളിൽ പോലും ഒരു നിഴൽ വീശിയിട്ടില്ല. വൈലോപ്പള്ളിക്ക് അത് പേടി സ്വപ്നമാണ്. ഇടശ്ശേരിക്ക് അത് നീട്ടിവെക്കാവുന്ന ഒരു സത്യം മാത്രമാണ്. പക്ഷേ മറ്റു 2 പേരും ചെയ്തിട്ടില്ലാത്ത പോലെ ഹിംസയെ പരിഹാസം കൊണ്ട് തോൽപ്പിക്കാനുള്ള ശ്രമം വൈലോപ്പള്ളി മാത്രം നടത്തി കാണുന്നു. അടിയന്തരാവസ്ഥ കാലത്ത് വൈലോപ്പള്ളി എഴുതിയ കുറച്ച് കാർട്ടൂൺ കവിതകൾ ഉണ്ട്. ഈ കാർട്ടൂൺ കവിതകൾ മറ്റു 2 പേരും സ്പർശിക്കാത്ത മറ്റ് അടിയന്തര കാലത്തുണ്ടായ ഹിംസയെ എങ്ങനെ പരിഹാസം കൊണ്ട് നേരിടുന്നു എന്നാണ് ചിത്രീകരിക്കുന്നത്. അവിടെ പത്രങ്ങളുടെ വായ മുഴുവൻ മൂടിക്കെട്ടിയിരിക്കുന്നു. അങ്ങോട്ടൊന്നും പറയാൻ വയ്യ. പണിയെടുക്കൂ, നാവടക്കൂ എന്ന് മാത്രമേ പറയാനുള്ളൂ. നല്ലമ്മ നട്ടു വളർത്തിയ നാവുമരം 1000 നാവ് കൊണ്ട് പ്രതിഷ്ഠിച്ച കഥ പിന്നീട് സച്ചിദാനന്ദൻ പറയുന്നുണ്ട്. അത് പക്ഷേ വളരെ ഗൗരവപൂർവ്വമാണ് സച്ചിദാനന്ദൻ പറയുന്നത്. വൈലോപ്പള്ളി വലിയ പരിഹാസത്തോടു കൂടിയാണ് ഈ ഹിംസയെ, മറ്റേ അടിയന്തരാവസ്ഥ എന്ന ആ പ്രാകൃതമായ ഹിംസയെ വൈലോപ്പള്ളി പരിഹസിക്കുന്നത് അങ്ങനെയാണ്. തീവണ്ടി സ്റ്റേഷനിൽ നിന്നപ്പോൾ പെൻഷൻ തഹസീൽദാർ പറയുന്നതാണ് കവിത. പെൻഷൻ തഹസീൽദാർ പറയുന്നു, ഇപ്പോൾ ചോദിക്കാൻ ആളുണ്ടായി എന്നുള്ളതാണ്. തീവണ്ടികളൊക്കെ കൃത്യസമയത്ത് വരുന്നു, പള്ളിക്കൂടങ്ങളൊക്കെ കൃത്യസമയത്ത് നടക്കുന്നു, പരീക്ഷകളൊക്കെ നീക്കുപോക്കില്ലാതെ നടക്കുന്നു, എല്ലാ കാര്യങ്ങളും ചിട്ടപ്പടി. ഓഫീസുകളിൽ ആരും ലീവെടുക്കുന്നില്ല, എല്ലാവരും കൃത്യസമയത്ത് വരുന്നു, മുഴുവൻ സമയത്തും പണിയെടുക്കുന്നു, ബ്രിട്ടീഷുകാരൻ ഭരിച്ച പോലെ തന്നെ എന്നാണ് കവിത അവസാനിക്കുന്നത്. സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇത്രയും വർഷം കഴിഞ്ഞ് ഈ അടിമത്തത്തിൻ്റെ മുകളിൽ ഈ ഫാസിസ്റ്റ് അധികാരം പിടിമുറുക്കി കഴിഞ്ഞപ്പോൾ ബ്രിട്ടീഷുകാരൻ ഭരിച്ച പോലെ തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പരിഹാസ കവിതകൾ. പശുവും കിടാവും നമുക്ക് വണ്ടേ പ്രിയം, പശു കുത്തുന്നു കൊമ്പാൽ പാലിയുമ്പും പൈക്കുട്ടനോ എന്ന് പറഞ്ഞൊരു കവിതയുണ്ട്. പശുവും കിടാവും നമുക്ക്, പഴയകാലത്തെ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് തിന്നാണ്. പശുവും കിടാവും നമുക്ക് പണ്ടേ പ്രിയം, പശു കുത്തുന്നു കൊമ്പാൽ പാലിയുമ്പും പൈക്കുട്ടനോ തടിച്ചു കൊഴുത്ത് ചുവപ്പ് കണ്ടതൊക്കെ കുത്തിമറിക്കാൻ ഓടി നടക്കുന്നു എന്ന് അദ്ദേഹം മറ്റൊരു കവിത എഴുതുകയുണ്ടായിട്ടുണ്ട്. ഈ ഒരു പ്രത്യേകത, ഈ ഹിംസയുടെ മറുപുറമായി പരിഹാസത്തെ കണ്ടെത്തുക എന്നുള്ളത് ഈ 3 കവികളിൽ വൈലോപ്പള്ളിക്ക് മാത്രമേ സാധിച്ചിട്ടുള്ളൂ. ഇടശ്ശേരിയോ വൈലോപ്പള്ളിയോ ചെയ്തിട്ടില്ലാത്ത മട്ടിൽ ഹിംസയുടെ ക്രൂര സാന്നിധ്യത്തെ, അപ്രതിരോധിതമായ സാന്നിധ്യത്തെ തിരിച്ചറിയുന്നു ബാലാമണിയമ്മ
വിശ്വാമിത്രൻ എന്ന അസാധാരണമായ രചനയിൽ. എങ്ങനെ ഹിംസയെ പ്രതിരോധിക്കുന്നു എന്നുള്ളതിന് ബാലാമണിയമ്മയുടെ പ്രശസ്തമായ വിശ്വാമിത്രൻ എന്ന കവിത മാത്രമാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. വ്യക്തിതലത്തിലാണ് അത് വിശകലന വിധേയമാകുന്നത്. മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന പെരുങ്കള്ളം ആവർത്തിക്കപ്പെടുന്ന ഓണക്കാലത്ത് നീലവാനിന് കീഴിൽ നിർത്തിവെച്ച പച്ചനാക്കില പോലെയുള്ള നാട്ടിൽ, കേരളത്തെ വിശേഷിപ്പിച്ച് അങ്ങനെയാണ്, നീലവാനിന് കീഴെ നീർത്തിവെച്ച പച്ചനാക്കില പോലെ എന്നാണ് ബാലാമണിയമ്മയുടെ അതിമനോഹരമായിട്ടുള്ള കൽപ്പന. ആ നാട്ടിൽ ഈ ഓണത്തിന്റെ സൃഷ്ടാവ് എന്ന് പഴങ്കഥ പാടി ഉറപ്പിക്കുന്ന രാഷ്ട്രപിതാവ് പരശുരാമൻ, അയാളാണല്ലോ കേരളം സൃഷ്ടിച്ചത്. പരശുരാമൻ ഓർമ്മിക്കപ്പെടുന്നതേയില്ല. നമ്മളുടെ ഓണക്കാലത്ത് കേരളത്തിന്റെ സൃഷ്ടാവിനെ പറ്റി ഒരാളും ചിന്തിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ പേരിൽ ഒരാചാരവും നടക്കുന്നില്ല, ഒരാരാധനയും നടക്കുന്നില്ല. അച്ഛൻ്റെ ആജ്ഞ അനുസരിച്ച് അമ്മയെ വധിച്ചവനാണ് പരശുരാമൻ. നിസ്സംഗനായല്ല, നിർവികാരനായല്ല, രൂപത്തിൽ ബലിക്കായി ബന്ധിതമായ യജ്ഞപശുവിൻ്റെ കണ്ണിലെ അമ്പരപ്പും കണ്ണീരിൻ്റെ നനവും അയാളെ ജീവിതകാലം മുഴുവൻ വേട്ടയാടിക്കൊണ്ടിരുന്നു. പാപത്തിൻ്റെ ശില ഉൾക്കാമ്പലും കനത്ത മഴു തോളിലുമേന്തി അയാൾ ഊരിചുറ്റി. അയാളുടെ മുന്നിൽ വന്നുപെട്ടതെല്ലാം ഹിംസയുടെ രൂപങ്ങൾ ആയിരുന്നു. മർത്യവർഗത്തിന്റെ ദുർഗതിയെപ്പറ്റി ജിയും പറയുന്നുണ്ട്. ദാരിദ്ര്യം, രോഗം, യുദ്ധം, മർത്യജീവിതത്തിന്റെ വേരിലും തടിയിലും പൂവിലും കയ്പിൻ ഗന്ധം. എതിർത്തു നിന്നതാം എന്തും തകർത്തും നശിപ്പിച്ചും കൊതിയ തോന്നിയതെന്തും കൊള്ളയിട്ട് ആനന്ദിച്ചും നടക്കുന്ന ബാഹുല വംശത്തെ നശിപ്പിച്ചില്ലെങ്കിൽ, ആ സുഖോന്മത്തരെ തുളച്ചു നീക്കിയില്ല എങ്കിൽ എന്തിന് സംഹാരരുദ്രനിൽ നിന്നും നേടിയ അഭ്യാസം എന്ന് പരശുരാമൻ തന്നോട് തന്നെ ചോദിക്കുന്നുണ്ട്. തിന്മയെ തകർക്കുവാനല്ലെങ്കിൽ കരാളവി വെൺമഴു എനിക്കേകിയത് എന്തിനു സദാശിവൻ എന്നാണ് ചോദ്യം. സദാശിവൻ എന്നാണ് പര്യായം. ശിവം എന്ന് വെച്ചാൽ മംഗളം. ആ പ്രയോഗത്തിൻ്റെ ഔചിത്യ ഭംഗി നമ്മൾ ശ്രദ്ധിക്കണം. പൈതലൻ കയ്യിൽ കിട്ടിയ തീ പോലെ അത് പരസൈന്യത്തെ ഭസ്മമാക്കി. മനുഷ്യ പുരോഗതിയുടെ പ്രതീകമായ തീപ്പന്തങ്ങൾ പ്രമത്യൂസിന്റെ കാലം മുതൽ പുരോഗതിയുടെയും സംഹാരത്തിൻ്റെയും ആയുധങ്ങളാണ് എന്നുള്ള വൈചിത്രം കൂടി നമ്മൾ ആലോചിക്കണം. ക്രിയ കഴിഞ്ഞപ്പോഴാണ് താൻ ചെയ്തത് തെറ്റായിപ്പോയി എന്ന് മുനിക്ക് ബോധ്യമായത്. തുച്ഛമാം പകവീട്ടാൻ ഈട്ടം കൂട്ടിവെച്ച മനഃശക്തി പാഴാക്കി. പാദസാന്നിധ്യം വാർന്നൊഴിഞ്ഞളവ് അയാൾ സേതുബന്ധനം ചെയ്യുകയായിരുന്നു എന്നർത്ഥം. നിഹനിച്ചവന്റെ അപദാനമാണ് നാട്ടിലാകെ. ഗാന്ധിവധത്തിന് ശേഷം ആ ആരാച്ചാരന്മാർക്ക് നാളിൽ നാളിൽ അത് കൂടുതൽ ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. അടുത്ത സാഹചര്യത്തിൽ വളർന്നു കാണക്കാണ കെട്ടടങ്ങുന്ന ഒരീറ പ്രളയത്തീ പോലെ എന്ന് ഉയർപ്പറപ്പിൽ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. വേതാളം ചോരകിളക്കും നാക്കെന്നോണം പെരുമാറിയ മഴു വളരെ വൈകിയാണ് അയാൾക്ക് ബോധ്യമായത്. അധർമ്മത്തെ വെല്ലുവിളിക്കാത്ത ആ മഴു അതിനെ പേർത്തും സഞ്ചയിക്കുക തന്നെയാണ് ചെയ്തത്. ഒരു പഴയ കഥ ഓർക്കുന്നു. താൻ ക്ഷത്രിയ വംശത്തെ 7 വട്ടം 21 വട്ടം വധിച്ചു എന്നാണ് അയാൾ ഊറ്റം കൊള്ളുന്നത്. ഹിംസയ്ക്ക് ഇങ്ങനെ ഒരു ഗുണനപ്പെട്ടിയുണ്ട്. അതിൻ്റെ പിന്നാലെ വലിയ ഹിംസ, ചെറിയ ഹിംസ, ആവർത്തിക്കുന്ന ഹിംസ എന്നൊക്കെ പറയുന്നതിന് എന്താ അർത്ഥം? ഒരു പഴയ ക്രൂരഭരിതം ഓർക്കുകയാണ് ഞാൻ. 2ാം ലോക മഹായുദ്ധം കഴിഞ്ഞ ഉടനെ ഒരു അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞു അത്രേ, റഷ്യയെ 10 വട്ടം ചാമ്പലാക്കാനുള്ള ആണവായുധങ്ങൾ അമേരിക്കയ്ക്കുണ്ട്. റഷ്യൻ പ്രസിഡന്റിന്റെ ശാന്തമായ മറുപടി, അമേരിക്കയെ 1 വട്ടം ചാമ്പലാക്കാനുള്ള അണുവായുധങ്ങൾ ഞങ്ങൾക്കുണ്ട് എന്ന്. ഇതിന് പരിഹാരമില്ല എന്ന സത്യം ഈ 3 കവികൾക്കും അറിയാം. വൈലോപ്പള്ളിയുടെ പ്രതീക്ഷ പക്ഷെ ഇങ്ങനെയാണ്: കുറ്റമാർക്കതിൽ പോംവഴി പക്ഷേ മറ്റൊരു വിധമായിരുന്നെങ്കിൽ. മാവുകൾ പൂക്കുകയും മാനത്തമ്പിളി വികസിക്കുകയും മനുഷ്യർ പരസ്പരം സ്നേഹിക്കുകയും വിഹരിക്കുകയും ചെയ്യുന്നൊരു കാലം ആയിരുന്നല്ലോ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ. ഉയിലും കൊലക്കുടുക്കാക്കാവും കയറിനെ ഒഴിഞ്ഞാലാക്കി തീർക്കാൻ കഴിഞ്ഞെങ്കിൽ എന്ന ചിന്ത ഹിംസയുടെ മറുപുറം അന്വേഷിക്കലാണ്. അന്വേഷണം വ്യർത്ഥമാവാനാണ് സാധ്യത എന്ന ശരിയായ ആശങ്കയോടെ തന്നെ. എങ്കിൽ പോലും ഏതു ധൂസര സങ്കല്പങ്ങളിൽ വളർന്നാലും ഏത് യന്ത്രവൽകൃത ലോകത്തിൽ പുലർന്നാലും ഗ്രാമത്തിൻ വിശുദ്ധിയും മണവും മമതയും ഇത്തിരി കൊന്നപ്പൂവും മനസ്സിലുണ്ടാവട്ടെ എന്നായിരുന്നല്ലോ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന. ഇതൊരു കിനാവാണ്. ഇന്നലത്തെ കിനാവുകളാണ്
ഇന്നത്തെ യാഥാർത്ഥ്യങ്ങൾ എന്ന് ചരിത്രം. പക്ഷേ ബാലാമണിയമ്മയുടെ താക്കീതുണ്ട്. ഇന്ന് ഞാൻ അറിയുന്നുണ്ട്, ഏതൊരു ആർദ്രവർഷത്തിൻ്റെ മഞ്ഞളെ കാറ്റേൽക്കുമ്പോൾ താൻ നിറം കെടാമെന്നും, ഏത് നന്മയും ക്രമാൽ മുലകൂർപ്പിച്ച് ഏറ്റം യാതനാവഹമാക്കാൻ കഴിയും നരനെന്നും. ചൂഷണം ഹിംസയുടെ ഗോത്രത്തിൽപ്പെട്ട വാക്കാണ് എന്ന് മുൻപ് സൂചിപ്പിച്ചു. ആസൂത്രിതമായ ആസൂത്രിതമായ ചൂഷണം. കൊന്നാൽ പാപം തിന്നാൽ തീരും എന്ന നേരമ്പോക്ക് പോലെ, വലുതിനിര ചെറുത് എന്ന് പറയുന്ന ദന്തിയേറ്റ പോലെ അനിവാര്യമാണ്. ഈ പ്രകൃതി ചൂഷണം എന്ന അനിവാര്യ ഹിംസയ്ക്ക് അനുകൂലമായിരുന്നു ആദ്യകാലത്ത് വൈലോപ്പള്ളി കവിതയുടെ ക്രമാനുഗതമായ വികസനത്തെ പരിശോധിക്കുമ്പോൾ ഹിംസയുടെ നേരെ അദ്ദേഹം രണ്ട് വ്യത്യസ്ത കാഴ്ചപ്പാട് നൽകുന്നുണ്ട്. ആദ്യകാലത്ത് വൈലോപ്പള്ളി അങ്ങനെയായിരുന്നു, പ്രകൃതി ചൂഷണത്തിന് അനുകൂലമായിരുന്നു. എന്നാൽ അത് മനുഷ്യന്റെ ദുരയുമായി ചേർന്നപ്പോൾ കവി അതിനെതിരായി. ഇത്തരമൊരു കീഴ്മേൽ മറിച്ചിൽ ഇടശ്ശേരിയിലോ ബാലാമണിയമ്മയിലോ ഇല്ല. കാലിനെമ്പിനും കല്ലിനെമ്പീലെ പാറി നിൽപ്പിയിലെ പൗരുഷനാളം എന്ന് മലതുരക്കല്ലും കഠിനം ഇരുമ്പ് കുഴമ്പാക്കി പല കരുനിലകൾ പാർത്തു പണിക്കേകി മേലോട്ടുയരും മർത്യാത്മാവിന് ഉയരാൻ ചിറകേകി എന്നൊക്കെ പ്രകൃതിയെ കീഴ്പ്പെടുത്തതിനെ പറ്റി വാഴ്ത്തിയ വൈലോപ്പള്ളി മൃതസഞ്ജീവിനി എന്ന കാവ്യത്തിലെത്തിയപ്പോൾ സ്വരക്ഷയ്ക്ക് പ്രകൃതിയെ സംരക്ഷിക്കുക എന്ന വിജ്ഞാനത്തിലേക്ക് മടങ്ങിയെത്തുന്നു. മൃതസഞ്ജീവിനിയെ എത്തുമ്പോൾ വൈലോപ്പള്ളി എഴുതുന്നുണ്ട്, കാടുകൂണ്ട മാമരത്തെ കൊത്തിവീഴ്ത്തുന്ന പാപം താടി നീണ്ട മാമുനിയെ വെട്ടിവീഴ്ത്തും പോലെ എന്നാണ്. പ്രകൃതിയും മനുഷ്യനും ഒന്നാവുന്നതാണ്. കാടുകൂണ്ട മാമരത്തെ കൊത്തിവീഴ്ത്തും പാപം താടി നീണ്ട മാമുനിയെ വെട്ടിവീഴ്ത്തും പോലെ. കുഞ്ഞിരാമൻ നായർ പറഞ്ഞത് കിഴവൻ അശ്വത്ഥത്തെ വെട്ടിക്കൊന്നു എന്ന് തന്നെയാണ്. ദുരവരുകിൽ മർത്യരെ നിങ്ങൾ ചെയ്യും ദുരിതമിനി നിങ്ങളെ തേടിയെത്തും, കരുണയുടെ തുള്ളിയും കണ്ടിടാതെ പൊലിയുമിനി നിങ്ങളൻ ജീവിതങ്ങൾ. ഹിംസയുടെ പരിണാമവും വൈലോപ്പള്ളി കാണിച്ചു തരുന്നുണ്ട്. അയലത്ത് വാടി കവുങ്ങ് തെങ്ങും അലമുക പൊങ്ങുന്നു കൂര തോറും, ഇവിടെ ചെകുത്താനെ കൂട്ടുചേർത്തും വികസനം വേണമെന്നാണ് വാദം. അവസാനം മൃത്യുവിൻ കാളകൂടം വ്യവസായം ആക്രമിച്ച് വ്യവസായം മാത്രം ഇരമ്പി നിൽപ്പു. ഒരു കൊച്ചു കാലും ഈ കാളിയന്റെ തലതച്ചു ചായിക്കാനില്ല എന്നു. ഈ വിപര്യം കുറ്റിപ്പുറം പാലം പണിയുമ്പോൾ തന്നെ എടശ്ശേരി വൈലോപ്പള്ളി ഇത് മനസ്സിലാക്കുന്നതിന് ഏതാണ്ട് 2 പതിറ്റാണ്ട് മുമ്പ് തന്നെ മനസ്സിലാക്കിയിരുന്നു. ഗ്രാമനിഷ്കളങ്കത കാണക്കാണ് അകലുന്നു. കക്കാട് പറഞ്ഞ പോലെ അപരിചിതരായ അയൽക്കാരുടെ ലോകത്തിലായി നമ്മുടെ ജീവിതം. കളിയും ചിരിയും കരച്ചനുമായി കഴിയും നരനൊരു യന്ത്രമായാൽ അമ്പ പേരാറെ നീ മാറിപ്പോമോ ആകുലമായ ഒരു അഴുക്കുചോലായി. റൈസ് മില്ല് വന്നപ്പോൾ നെല്ലുകുത്തുകാരി പാറുവിൻ്റെ അന്നം മുട്ടിച്ച കഥയും ഇടശ്ശേരി പറയുന്നുണ്ട്. പറയാനും പരിഹാരം കാണാനും നമുക്ക് ഇന്നൊരു മഹാത്മാഗാന്ധി ഇല്ലല്ലോ. ഹിംസയുടെ മറ്റൊരു മുഖം അധികാരത്തോട് ബന്ധപ്പെട്ടതാണ്. മേലുദ്യോഗസ്ഥന് കീഴ് ജീവനക്കാരനോട്, ജന്മിക്ക് അടിയാനോട്, അധ്യാപകന് വിദ്യാർത്ഥിയോട് എന്നിങ്ങനെ എല്ലാ തലത്തിലും അത് വ്യാപിക്കുന്നു. ചാതുർവർണ്ണത്തോട് ബന്ധപ്പെട്ടാവുമ്പോൾ അത് സവർണന് അവർണനോടുള്ള ബന്ധത്തിലും കാണുന്നുണ്ട്. അതിപ്പോഴുമുണ്ട്. ബാലാമണിയമ്മയാവട്ടെ ഈ ബന്ധവൈവിധ്യങ്ങളിൽ ഹിംസാത്മകത കുറഞ്ഞ് ഒരധികാര തലത്തെ മാത്രമേ സ്പർശിക്കുന്നുള്ളൂ. അമ്മയ്ക്ക് കുഞ്ഞിനോടുള്ള ബന്ധം, മുത്തശ്ശിക്ക് പേരക്കുട്ടിയോടുള്ള ബന്ധം, ഇവയിൽ ആദ്യത്തേതിൽ ചുഴിഞ്ഞു നോക്കിയാൽ ചിലപ്പോൾ സ്വാർത്ഥതയുടെയും അതിൻ്റെ ഫലമായി അധികാരത്തിൻ്റെയും നീലാട്ടം കാണാം. എന്നാൽ രണ്ടാമത്തേതിൽ അങ്ങനെയൊന്നില്ല. അസ്തമയം ഉദയത്തെ സ്വീകരിക്കുന്നു എന്നതിൻ്റെ നൈർമല്യം മാത്രമേ മുത്തശ്ശിക്ക് പൗത്രനോടോ പൗത്രിയോടോ ഉള്ള സ്നേഹബന്ധത്തിലുള്ളൂ. ലോകത്തിലെല്ലായിടത്തും ബന്ധങ്ങളിൽ അങ്ങനെ തന്നെയാണ് എന്ന് നമുക്കറിയാം. യുഗവും അത് പറയുന്നുണ്ട്. മക്കളെ സ്നേഹിക്കാത്ത അച്ഛന്മാരുണ്ടാവും, മക്കളുടെ മക്കളെ ആരാധിക്കാത്ത മുത്തശ്ശന്മാരുണ്ടാവില്ല എന്ന് വിക്ടർ യുഗ പറയുന്നത് ഇതേ കാര്യം തന്നെയാണ്. ബാലാമണിയമ്മയ്ക്ക് കുടുംബ ബന്ധത്തിൽ ഇഴുകിയ അധികാരത്തെ ഹിംസയെപ്പറ്റി പറയേണ്ടി വന്നിട്ടില്ല. വൈലോപ്പള്ളി ആവട്ടെ പഴയ നായർ തറവാടുകളുടെ ജീവിതാനുഭവം സ്വാഭാവികമായ ഒരു പ്രതിഭാസമായി കാണുന്നുണ്ട്. ആ ഹിംസയുടെ സ്വഭാവം അദ്ദേഹത്തിൻ്റെ എല്ലാ കവിതകളിലും, കുടുംബത്തെ സ്പർശിക്കുന്ന എല്ലാ കവിതകളിലും അടിയിൽ നമ്മൾ കണ്ടെത്താൻ പറ്റും. ബസ് വന്നുപോയി ദൂരാൽ ഇരമ്പം കേൾക്കാം. എങ്ങനെയാണ് ഹിംസ വരുന്നത് എന്നാണ്. ഭാര്യയോട് സംസാരിക്കുന്നതാണ്. ഭാര്യ എന്നല്ല, സഹധർമ്മചാരിണി എന്നാണ് പദം. സഹധർമ്മചാരിണി എന്ന് വെച്ചാൽ
പ്രവൃത്തിയിൽ ഒന്നിച്ച് പ്രവർത്തിക്കുന്നവർ എന്നാണ്. ഈ സഹചരം എന്നുള്ള പൂവിൽ ആൺവണ്ടും പെൺവണ്ടും ഒരുമിച്ചാണ് അത്രേ തേൻ നുകരാൻ വരിക. അതുകൊണ്ടാണ് സഹചരം എന്നതിന് പേര് വന്ന്. സഹധർമ്മചാരിണി ഈ സഹചാരിണിയാണ്. ഭാര്യയ്ക്ക് ജീവിതത്തിൽ ഭർത്താവിൻ്റെ തുല്യമാണ് എല്ലാ ദിക്കിലും. പക്ഷേ പ്രായോഗിക തലത്തിൽ വരുമ്പോൾ വൈലോപ്പള്ളി മറ്റൊന്നാണ് പറയുന്നത്. ബസ് വന്നുപോയി ദൂരാരിരമ്പം കേൾക്കാം, അത്രയും പറഞ്ഞാൽ മതി. തുല്യാണ്, ഭാര്യ തുല്യാണെങ്കിൽ അത്രയും പറഞ്ഞാൽ മതി. പക്ഷെ അയാൾ ഭർത്താവാണ്, ഹിംസ അയാൾക്കുണ്ട്. ബസ് വന്നുപോയി ദൂരാരിരമ്പം കേൾക്കാം, വേഷം വിസ്തരിച്ചത് പോരും എന്നൊരു കുസൃതി ചോദ്യം. അമ്പലത്തിലേക്കല്ലേ എന്നൊരു കുത്തുവാക്കും. അതോടുകൂടി അധികാരം അയാൾ പൂർണ്ണമായി എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുകയാണ് ചെയ്തത്. ഇവർ അമ്പലത്തിൽ പോയിട്ട് ഇവിടെ നടന്നു പോകുമ്പോൾ ഏതു സമയത്തും മഴ പെയ്യാവുന്ന ആകാശത്തെ നോക്കി പല പോത്തിനെ പോട്ടി ഉഴുക ചെളിപ്പാടം പോലെയുണ്ട് ഈ ആകാശം എന്നിയാള് ഏതു സമയത്തും പെയ്യാവുന്ന മഴ, വഴുക്കി കിടക്കുന്ന വരമ്പ്, അവിടെ നിൽക്കുമ്പോഴാണ് കുട മരത്തി പിടിച്ചുകൾ ആകാശത്തേക്ക് നോക്കി കവി ഭാവന. ആ സ്ത്രീ ഒന്ന് മൂളി, അമർത്തി ഒന്ന് മൂളിയെന്നുണ്ട്. അപ്പൊ ഇയാൾ നിന്നയുണ്ടാ മൂളലിൽ, എനിക്ക് മനസ്സിലായി നീ നിന്റെ അധികാരം പ്രയോഗിക്കുകയാണ്. നിന്നയുണ്ടാ മൂളലിൽ, എന്നിലെ കവിയെ നീ ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല. നിന്നയുണ്ടാ മൂളലിൽ. ഈ പരസ്പരമുള്ള ശീതസമരമുണ്ടല്ലോ, ഈ അധികാരം ആർക്കെതിരെ പ്രയോഗിക്കുന്നു എന്നുള്ളൊരു പിടികിട്ടാത്ത ഈ അവസ്ഥയിൽ വൈലോപ്പിള്ളി അത് തരണം ചെയ്യുന്നത് അഗാധമായ കാരുണ്യം കൊണ്ടാണ്. തൊട്ടടുത്ത വരികളിൽ നമ്മളത് കാണാം. പണ്ട് ഇതുപോലെ ഒരു മഴക്കാലത്ത് കോരിച്ചൊരിയുന്ന മഴയത്താണ് വിവാഹം കഴിച്ച് നവവധു ലജാനമ്മറ മുഖിയായി തൻ്റെ പിന്നാലെ ഈ വരമ്പത്തൂടെ നടന്നു വന്നത്. ഇപ്പോൾ എന്നാണ് ഇത് സംഭവിച്ചത് എന്നറിയില്ല. അവളായി മുമ്പിൽ കയറി നടക്കുന്നു. പിന്നിൽ നടന്നിരുന്ന ഇവളെപ്പോഴും മുമ്പിൽ കയറി നടക്കാൻ തുടങ്ങുന്നത് എന്നുള്ളതിൻ്റെ അത്ഭുതത്തിലാണ്. ഞാൻ ഏൽക്കുന്ന ഹിംസ തിരിച്ചിട്ട് ഇങ്ങടായി. അതിൽ പക്ഷെ കാരുണ്യം കൊണ്ടാണ് അദ്ദേഹം തടവുന്നത്. സാരിവീ ചരിച്ചെത്തിപ്പോകെ നിൻ മൃദുരോമ ചാരുവം കണങ്കാൽ കണ്ടെനിക്ക് പാവം തോന്നി എന്നാണ് അദ്ദേഹം അത് പറഞ്ഞു വരുന്നത്. ഇതേ കാര്യം ഒളപ്പമണ്ണയുടെ കവിതയിലും നമ്മൾ കണ്ടെത്തുന്നുണ്ട്. ഈ ഭർത്താവിൻ്റെ അധികാരം വീണ്ടും കുടിയൊഴിക്കൽ നമ്മൾ കണ്ടെത്തുന്നുണ്ട്. ആ പെൺകുട്ടിയെ വഞ്ചിക്കാൻ ശ്രമിക്കുമ്പോൾ മറ്റു പൂച്ചെടി ചെന്നു തിന്നാനൻ ഒറ്റനാടിനുണ്ട് ഇപ്പോഴേ മോഹം എന്ന സത്യം മറച്ചുവെക്കാനാവാത്ത കവി ദാമ്പത്യത്തെ അറിഞ്ഞിട്ടും അറിയാത്ത ഭാവം നടിക്കുന്ന പരസ്പര വഞ്ചനയായി ചിത്രീകരിക്കുന്നുണ്ട്. ദാമ്പത്യം എന്ന് പറയുന്നത് അറിഞ്ഞുകൊണ്ട് നടത്തുന്ന പരസ്പര വഞ്ചനയാണ് എന്ന് ഈ ഹിംസയുടെ ഒരു അംശം, പൊള്ളുന്നൊരംശം വൈലോപ്പള്ളി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്ന വാസനയിലാണ് മൃഗവാസനകളിൽ മർത്യനെ ഭരിക്കുന്നു, മൃഗവാസനകൾ മർത്യനെ ഭരിക്കുന്നു എന്ന സത്യം. എന്നിട്ട് വൈലോപ്പള്ളി സാവിത്രി എന്നുള്ള കവിതയിൽ എഴുതി, ഒരു കട്ടിലിൽ, ആ വരി എന്തൊരു തീക്ഷ്ണമാണ് എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. ഒരു കട്ടിലിൽ പെണ്ണോ നാഥനോ താൻ കാമിക്കും ഒരുവെ സ്വപ്നം കണ്ട് പയ്യാരം പുലമ്പുന്നു എന്നാണ്. തൻ്റെ അടുത്ത് കിടക്കുന്ന പുരുഷനെ പറ്റിയല്ല ആ സ്ത്രീ മനസ്സിൽ ചിന്തിക്കുന്നത്. തൻ്റെ അടുത്ത് കിടക്കുന്ന പെണ്ണിനെ പറ്റിയല്ല പുരുഷൻ ചിന്തിക്കുന്നത്. ഒരു കട്ടിലിൽ പെണ്ണോ നാഥനോ താൻ കാമിക്കും ഒരുവെ സ്വപ്നം കണ്ട് പയ്യാരം പുലമ്പുന്നു. ഏതു ദാമ്പത്യവും സ്നേഹത്തിൻ്റെ പട്ടുപുതപ്പിനുള്ളിൽ സൂക്ഷ്മമായി ഹിംസ കാപട്യത്തിൻ്റെ രൂപത്തിൽ ഒളിപ്പിച്ചു വെക്കുന്നു എന്ന് തന്നെയാണ് കവി പറയുന്നത്. ഇടശ്ശേരിയാകട്ടെ ദാമ്പത്യ ബന്ധത്തെ പറ്റിയല്ല കവിതകൾ എഴുതിയത്. ആ കുടുംബ ബന്ധങ്ങളുടെ ചിത്രണത്തിൽ, എടശ്ശേരിയുടെ കുടുംബ ബന്ധങ്ങളുടെ ചിത്രണത്തിൽ ഹിംസയുടെ അംശമില്ല. ഭൂതത്തിന് പോലും കുഞ്ഞിനോട് വാത്സല്യം ആണ്. പെങ്ങൾ, അങ്ങേ വീട്ടിലേക്ക് തുടങ്ങി ഒട്ടേറെ കവിതകളിൽ സ്നേഹത്തിൻ്റെ സഹന കഥകളാണ്, സ്നേഹത്തിൻ്റെ ഹിംസ കഥകളല്ല. ഹിംസയുടെ മറുവശം സ്നേഹവും സഹനവുമാണ് ഇടശ്ശേരിക്ക്. പൊന്നാനിക്കളരിയിലെ എഴുത്തുകാരുടെ രചനകളിൽ നിലവായത് മെത്രാൻ ഴാങ്ങിനോട് കാണിച്ച കാരുണ്യമാണല്ലോ, ബുദ്ധകാരുണ്യം എന്ന് പറയാം. ഹിംസയെ തോൽപ്പിച്ച കഥയാണല്ലോ ബിംബിസാറിൻ്റെ ഇടയൻ എന്ന കഥയിലും അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. 1 മണിക്കൂർ തികഞ്ഞിരിക്കുന്നു. നന്ദി, നമസ്കാരം. സർ, ഈ വൈലോപ്പള്ളിയിലെ പെറ്റിബൂർഷ ചാഞ്ചല്യം ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്നത് വൈലോപ്പള്ളിക്ക് ചങ്ങമ്പുഴയോടാണെന്ന് തോന്നുന്നു. ആ ചങ്ങമ്പുഴയും പല പ്രാവശ്യം തൻ്റെ മുൻ കവിതകളെ അടിമുടി തിരുത്തിക്കൊണ്ട് വീണ്ടും വരികൾ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ സ്ത്രീ ചിത്രത്തെപ്പറ്റി, സ്ത്രീയോടുള്ള സമീപനത്തിലും അത് ചെയ്യുന്നുണ്ട്. പക്ഷെ വൈലോപ്പള്ളിയിലുള്ള ഒരു പ്രത്യേകത, അദ്ദേഹം എത്ര പെറ്റിബൂർഷ ചാഞ്ചല്യം ഉണ്ടെങ്കിലും
കവിതയുടെ പുരോഗമന പ്രസ്ഥാനങ്ങളുടെ ഒരു ശക്തി അദ്ദേഹം തൻ്റെ കാവ്യ ഭൂപടത്തിൽ ആകെ ആവാഹിക്കുന്നുണ്ട്, ഈ ചാഞ്ചല്യത്തിനപ്പുറം. പക്ഷെ ഇടശ്ശേരി ആവട്ടെ, സാറ് പറഞ്ഞ മാതിരി എന്നും ശക്തിയുടെ ഗാഥാവായിരുന്നു. ഇടശ്ശേരിക്ക് ഈ ചാഞ്ചല്യം ഇല്ല എന്നുള്ളതാണ്. അതായത് അദ്ദേഹം ഒരു പോയറ്റ് ആക്ടിവിസ്റ്റ് ആയിരുന്നു. അതേസമയത്ത് ഒരു ആൾലുക്കർ മാത്രമായിരുന്നു വൈലോപ്പള്ളി. ഒരു പ്രകടനത്തിലും പോകാതെ, കരയിൽ നോക്കി, ഒരു പരിക്ക് വേൽക്കാതെ നിൽക്കുന്ന പെറ്റി ബുർഷ സന്ദേഹവാദിയായിരുന്നു. എന്തുകൊണ്ടാണ് അദ്ദേഹം വൈലോപ്പള്ളി കൂടുതൽ ചങ്ങമ്പുഴ എടുത്തു നിൽക്കുന്നു എന്നുള്ളത് ഒരു വിപ്ലവ പ്രസ്ഥാനത്തെ അനുകൂലിക്കുന്ന കവിയായിട്ടും കുടിയൊഴിക്കലിന്റെ കവിയായിട്ടും എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ മാറിയത്? അതിന് ഒരു കാരണമുണ്ട്. ചങ്ങമ്പുഴ എപ്പോഴും നിമിഷങ്ങളിൽ ജീവിക്കുന്ന കവിയാണ്. അദ്ദേഹത്തിന് സമൂഹവുമായിട്ടുള്ള ഒരു പ്രതിജ്ഞാബദ്ധതയൊന്നും ഒരു ദിക്കിലുമില്ല. ചങ്ങമ്പുഴയുടെ കവിതയിൽ ഈ വാഴക്കുലയിൽ ഒഴിച്ച് ബാക്കി എവിടെ കേരളത്തിൽ ജീവിതമുള്ളൂ? മഹാത്മാഗാന്ധി എന്നൊരാൾ ജീവിച്ചിരുന്ന കാര്യം ചങ്ങമ്പുഴ അറിഞ്ഞിട്ടേയില്ല. ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമരം നടക്കുന്നു എന്നുള്ള കാര്യവും ചങ്ങമ്പുഴ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഈ റൊമാൻറ്റിക് കവികൾക്കൊക്കെ ഉള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ബൈപ്പൊളാരിറ്റി എന്നാണ് നിരൂപണത്തിൽ അതിന് പറയുന്ന ഒരു വാക്ക്. ഒരിക്കൽ സത്യസന്ധമായി പറഞ്ഞൊരു കാര്യത്തിന് ഘടകവിരുദ്ധമായി മറ്റൊരു സന്ദർഭത്തിൽ അതേ ആത്മാർത്ഥതയോടുകൂടി അദ്ദേഹം അത് പറയും. വെള്ളത്താമര പോൽ വിശുദ്ധി വിളയും സ്ത്രീജിത്തമേ എന്ന് സ്ത്രീയെ പറ്റി ചങ്ങമ്പുഴ എഴുതി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് തക്കമ്പോൾ പറയുവാനുള്ളതാം സാമർഥ്യത്തെ തൽക്കാലം നമുക്കെല്ലാം സ്ത്രീ എന്ന് വിളിക്കുക എന്ന് ഘടകവിരുദ്ധമായി പറഞ്ഞു വരുന്നത്. ഈ അതുപോലെ തന്നെ ഭാരതത്തിലെ പഴയ ഋഷീന്ദ്രന്മാരെ പറ്റി, പാരിനുള്ള അടിക്കല്ല് പാർത്ത് കണ്ടറിഞ്ഞവരെ പറ്റി ചങ്ങമ്പുഴ എഴുതി. നേരിന്റെ നാടും തേടി സത്യത്തിൻ പാട്ടും പാടി ചാരുവാം ഐക്യത്തിന്റെ പൂന്തൊപ്പിൽ ഊഞ്ഞാലാടി പീരങ്കിയാൽ പശ്ചിമ മലറാനാശിച്ചപ്പോൾ ഭാരതമിരുന്നൊരു കൊച്ചോടക്കുഴലൂതി എന്നൊക്കെ പഴയ കാര്യം പറഞ്ഞു. ആ എഴുതിയ കവിയാണ് ജടയുടെ സംസ്കാര പനയോലക്കെട്ടാകെ പൊടികെട്ടി പുഴുകുത്തി ചിതലുമുറ്റി ചികയുന്നോ ചിരിവരും ചിലതിനിയുമുണ്ടെന്നോ ചിതയിലേക്ക് അവ എടുത്തെറിയു വേഗം അറിയാൻ ഈ ഉലകത്തിൽ ഇനിയൊന്നു മാത്രം പറയാം ഞാൻ അരിവാളിൻ തത്വശാസ്ത്രം എന്ന് പറഞ്ഞു. ആ കവി തന്നെയാണ് മൂന്നാമതൊരു ഘട്ടത്തിൽ വന്നപ്പോൾ കമ്മ്യൂണിസത്തിനാണ് ഇപ്പോൾ വിലക്കയറ്റം, ചുമ്മാ വിളിച്ചു പറഞ്ഞു നടന്നാൽ മതി എന്നെഴുതിയത്. ഈ ഓരോ ഘട്ടത്തിലും എഴുതുന്ന നിമിഷത്തിൽ അതിനോട് കൂറു പുലർത്തുക എന്ന റൊമാൻറ്റിക് കവിയുടെ ഒരു ഈ ബൈപ്പൊളാരിറ്റി എന്നുള്ള സ്വഭാവമാണ് ചങ്ങമ്പുഴ പ്രകടിപ്പിച്ചത്. അതല്ല വൈലോപ്പള്ളിയുടേത്. വൈലോപ്പള്ളി എപ്പോഴും ചാഞ്ചാട്ടക്കാരനായിരുന്നു. ഈ വൈലോപ്പള്ളിയെയും ഒക്കെ താരതമ്യപ്പെടുത്തിക്കൊണ്ട് വിജയമാഷ മനോഹരമായൊരു ചാഞ്ഞ ഗോപുരത്തെ പറ്റി ഒരു ഇമേജ് ഉണ്ട്. ഒരു വലിയ ഗോപുരത്തിൽ ഇവരിങ്ങനെ കയറിയിരിക്കുകയാണ് കവികൾ. ഈ ഗോപുരം ചായയാണ്, അത് വീഴും എന്നറിയാം. ഇതറിഞ്ഞുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ഈ ഗോപുരം വീഴും എന്നറിഞ്ഞുകൊണ്ട് അവിടുന്ന് ചാടി ഓടി രക്ഷപ്പെട്ട കവിയാണ് എൻ വി കൃഷ്ണവാര്യർ. പക്ഷേ ഈ ഗോപുരം വീഴും എന്നറിഞ്ഞിട്ടും അവിടെ തന്നെ ചടഞ്ഞിരുന്ന കവിയാണ് വൈലോപ്പള്ളി. വളരെ കൃത്യമായൊരു വിലയിരുത്ത് അതുണ്ട്. ആ മധ്യവർഗ പെറ്റി ബൂർഷ മനോഭാവം അദ്ദേഹം ഉടനീളം കാണിച്ചിരുന്നു. പക്ഷേ മറ്റ് വ്യത്യാസം എന്താ വെച്ചാൽ, കവി എന്നുള്ള നിലയിൽ ഇത് അദ്ദേഹം തുറന്നു പറയും. ചെറ്റയാം വിടൻ ഞാനിനി മേലിൽ കഷ്ടമെങ്ങനെ കണ്ണാടി നോക്കും എന്ന് അദ്ദേഹം പറയും. ഞാൻ ഈ കണ്ണാടി നോക്കുമ്പോൾ ഒരു ചെറ്റയായ വിടനെയാണ് ഞാൻ കാണുന്നത് എന്ന്. അത് പെറ്റി ബൂർഷയുടെ സ്വഭാവമാണ്. വിപ്ലവത്തോട് കൂടെ നിൽക്കുകയും നിർണായകമായ നിമിഷത്തിൽ വിപ്ലവത്തെ ഊറ്റിക്കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത് ലോക ചരിത്രത്തിൽ ബൂർഷ്വാസിയുടെ സ്വഭാവമാണ്. അതാണ് ചങ്ങമ്പുഴ വൈലോപ്പള്ളി പറഞ്ഞത്. വ്യത്യാസം മാത്രമേ ഉള്ളൂ, ഞാൻ അങ്ങനെയാണ് എന്ന് വൈലോപ്പള്ളി പറയുന്നുണ്ട്. അത് മറ്റു കവികൾ പറയാറില്ല. അത് മാത്രമേ വ്യത്യാസമുള്ളൂ. വാക്കുകൊണ്ട്, ചിന്ത കൊണ്ട്, പ്രവൃത്തി കൊണ്ട്, മനസ്സുകൊണ്ട് ഹിംസ ചെയ്യാൻ തോന്നാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഹിംസയുടെ എതിർപാഠങ്ങൾ വൈലോപ്പള്ളി, ഇടശ്ശേരി, ബാലാമണിയമ്മ എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് പ്രഭാഷണം നടത്തിയ ഡോക്ടർ എസ് കെ വസന്തമാഷിന് ഏറെ ബഹുമാനത്തോടെ നന്ദി പറയുന്നു. ഒപ്പം ശ്രോതാക്കളായ സദസ്സിനും നന്ദി.